ഓം ശാന്തി. 31/7/2020. മുരളിയുടെ റിവൈസ് ഡേറ്റ് ആണ് 31/12/1991. യഥാർത്ഥ ചാർട്ട് കാ അർത്ഥ ഹൈ പ്രഗതി और പരിവർത്തൻ. നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ യഥാർത്ഥ ചാർട്ടിന്റെ അർത്ഥം പരിവർത്തനം, പ്രഗതി, പരിവർത്തനമാണ് നമ്മുടെ യഥാർത്ഥ ചാർട്ടിന്റെ അർത്ഥം. आज बाप दादा अपने विश्व निर्माता बच्चों को देख रहे हैं. आज के दिन नए वर्ष के आरंभ को दुनिया में चारों ओर मनाते हैं. वो डिसेंबर 1991 ഡിസംബർ 31 മുരളിയാണ് അല്ലെ, ന്യൂ ഇയറിന്റെ തലേദിവസാണ്. അപ്പൊ ബാബ പറയാണ്, ഇന്ന് ബാപ്ദാദ തന്റെ വിശ്വ നവനിർമ്മാതാക്കളായ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പുതിയ വർഷത്തിന്റെ ആരംഭത്തെ ലോകത്തിൽ നാനാഭാഗത്തും ആഘോഷിക്കും. ലോകത്തിന് നാനാഭാഗത്തും പുതിയ വർഷത്തിന്റെ ആരംഭത്തെ ആഘോഷിക്കുന്നു. लेकिन वो मनाते हैं नया वर्ष और आप श्रेष्ठ आत्माएं नए संगम युग पर हर दिन नया समझ मनाते रहते हैं. ബാബ പറയാണ്, അവര് പുതുവർഷം ആഘോഷിക്കുകയാണ്. അപ്പൊ അവര് പുതുവർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ബ്രാഹ്മണ ആത്മാക്കൾ പുതിയ സംഗമയുഗത്തെ, നമുക്കത് ഏതാണ്? പുതിയ സംഗമയുഗമാണ്. ഈ പുതിയ സംഗമയുഗത്തിൽ നമ്മൾ ഓരോ ദിവസവും പുതിയതാണെന്ന് മനസ്സിലാക്കി. കാരണം എന്താണ്? നമുക്കിവിടെ ഓരോ ദിവസവും പുതിയതാണ്, ഓരോ നിമിഷവും പുതിയതാണ് അല്ലെ. സംഗമയുഗത്തിന്റെ ആ ഓരോ ദിനങ്ങളും നമുക്ക് പുതിയതാണ്. കാരണം എന്താണ്? പുതിയ യുഗത്തെ വരവേൽക്കുവാനുള്ള ഒരു പുതിയ സംഗമയുഗമാണിത്. അപ്പൊ തീർച്ചയായിട്ടും സംഗമയുഗം വളരെ പുതുമയേറിയതാണ്. അതുകൊണ്ടാണ് അതിനെ പുതിയതെന്ന് വിളിക്കുന്നത്. പുതിയതെന്ന് പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പുതുമയേറിയതാണ്. കാരണം എന്താ? കലിയുഗം പോലെയല്ല സംഗമയുഗം. അതാണ് ഡിഫറൻസ് അല്ലെ. കലിയുഗത്തിൽ നിന്ന് തികച്ച് ഡിഫറെന്റ് ആണ് ഈ സംഗമയുഗം എന്ന് പറയുന്നത്. കാരണം സംഗമയുഗത്തില് ഇവിടെ ആത്മീയ അച്ഛൻ തന്റെ കുട്ടികളെ കാണാനായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോ ആത്മീയ അച്ഛൻ ഈ സൃഷ്ടിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴെന്താണ്? കുട്ടികൾക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. സ്വർഗരാജ്യത്തിന്റെ ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. സ്വർഗത്തിലേക്ക് പോകാനായിട്ടാണ് ബാബ നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സംഗമയുഗത്തില് നമ്മൾ ബാബയാകുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് തികച്ചും നമുക്ക് പുതിയതാണ്. കാരണം ബാബയാകുന്ന ലോകത്തിൽ നിന്ന് നമ്മളുടെ അനുഭവങ്ങളെല്ലാം പുതിയതാണ്. കാരണം ബാബയോടാണ് നമ്മുടെ സർവ്വസംബന്ധം അല്ലെ. ബാബയിൽ നിന്നാണ് നമ്മളെല്ലാം നേടുന്നത് അല്ലെ. അപ്പൊ ബാബയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ പരമാത്മാവിന്റെയും ജീവാത്മാവിന്റെയും ആ കണ്ടുമുട്ടലാണ് അല്ലെ. ഭഗവാനെ നമ്മൾ സർവ്വ ബന്ധുവായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ അനുഭവങ്ങളും പുതിയതാണ്, ഓരോ നിമിഷങ്ങളും പുതിയതാണ്, ഓരോ ദിവസങ്ങളും പുതിയതാണ്. तो हर दिन को नया समझ मनाते रहते हो, तो वो एक दिन मनाते हैं, आप हर दिन नया അനുഭവ करते हो. അവര് ഒരു ദിവസം ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അവര് ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിക്കുന്നു അല്ലെ, ഭയങ്കര ആഘോഷമാണ്. പക്ഷെ നമ്മളിവിടെ ഓരോ ദിവസവും പുതിയതാണെന്ന്, സംഗമയുഗത്തിന്റെ ഓരോ നാളുകളും പുതിയതാണെന്ന് അനുഭവിച്ചു. वो हद के वर्ष का चक्र है, ये बेहद का सृष्टि का चक्र का नया संगम युग है. ബാബ പറയാണ്, അവര് പരിധിയുള്ള ഒരു വർഷത്തിന്റെ ആ ന്യൂ ഇയർ ആണ് ആഘോഷിക്കുന്നത്. പരിധിയുള്ള ഒരു വർഷത്തിന്റെ ന്യൂ ഇയർ ആണ് ആഘോഷിക്കുന്നത്. പക്ഷേ പരിധികളില്ലാത്ത ഈ സൃഷ്ടി ചക്രത്തിന്റെ പുതിയ സംഗമയുഗമാണിത്. എന്നുവെച്ചാല് അതിനർത്ഥം എന്താണ്? പുതിയ യുഗം വരുന്നതിന് മുമ്പ് ഒരു പുതിയ യുഗം, സത്യയുഗം ഇവിടെ, അല്ലെങ്കിൽ ഒരു പുതിയ കൽപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള എന്താണ്? സൃഷ്ടിയുടെ പുലർവേളയാണ്. അപ്പൊ ഇതും പുതിയത് തന്നെയാണ്. കാരണം ഒരു പുതിയ കൽപ്പം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായിരിക്കുന്ന പുലർവേള അതും തീർച്ചയായിട്ടും പുതിയത് തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ബാബ പറയാണ്, പരിധികളില്ലാത്ത സൃഷ്ടി ചക്രത്തിന്റെ പുതിയ സംഗമയുഗമാണിത്. സംഗം യുഗ സാരേ യുഗമേ സർവ പ്രകാർ കി നവീനത ലാനെ കാ യുഗ. ഈ സംഗമയുഗം മുഴുവൻ യുഗങ്ങളിലും
സർവപ്രകാരത്തിലുള്ള നവീനത കൊണ്ടുവരുന്ന യുഗമാണ്. അപ്പോ എല്ലാ യുഗങ്ങളിലും വെച്ചിട്ട് ഈ സൃഷ്ടിയിൽ സർവപ്രകാരത്തിലുള്ള നവീനതകളും കൊണ്ടുവരുന്ന യുഗമാണ് സംഗമയുഗം. आप सभी अनुभव करते हो कि സംഗമയുഗി ബ്രാഹ്മൺ ജീവൻ നയ ജീവൻ. നമ്മൾ കുട്ടികള് ഈ അനുഭവം ചെയ്യുന്നുണ്ട്. എന്താ അനുഭവം ചെയ്യുന്നത്? ഈ സംഗമയുഗി ബ്രാഹ്മണ ജീവിതം തികച്ചും പുതിയ ജീവിതമാണ്. ഇത് തികച്ചും പുതിയ ജീവിതമാണ് അല്ലെ? സംഗമയുഗി ബ്രാഹ്മണ ജീവിതം നമ്മള് ശൂദ്രനായിട്ട് ജീവിച്ചത് എങ്ങനെയാണ്, ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇത് തീർത്തും പുതിയതാണ്, തികച്ചും പുതിയതാണ്. तो नई नॉलेज द्वारा नई वृत्ति नई दृष्टि नई सृष्टि में आगे. പുതിയ നോളേജിലൂടെ പുതിയ മനോഭാവത്തിലേക്ക്, പുതിയ ദൃഷ്ടിയിലേക്ക്, പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ കുട്ടികൾ വന്നിരിക്കുകയാണ്. കാരണം ബാബ നമുക്ക് നൽകി പുതിയ ജ്ഞാനം. ജ്ഞാനസാഗരം വന്നിട്ട് ഏറ്റവും പുതിയ ജ്ഞാനം നമ്മൾ കുട്ടികൾക്ക് നൽകുകയാണ്. കാരണം ഈ ജ്ഞാനം നമുക്ക് തികച്ചും പുതിയതാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇത്രയും കാലം ജീവിച്ചപ്പോ നമുക്ക് നമ്മൾ ആത്മാവാണെന്ന് അറിയായിരുന്നു. ഇനി അഥവാ ആത്മാവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവാണ്, ഇത് എങ്ങനെ ഇരിക്കും, അതെന്താണ് എന്നുള്ളൊരു സ്പഷ്ടമായ ക്ലിയർ ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരുന്നു അല്ലെ? ഈശ്വരനെ ഭജിക്കും, പക്ഷെ ഈശ്വരൻ ആരാണ്, എന്താണ്, എന്റെ ആരാണ്, ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ? ഈ പ്രപഞ്ചം എന്താണ്, ഈ സൃഷ്ടി എന്താണ്, ഇവിടുത്തെ യുഗങ്ങൾ എന്താണ് അല്ലെ? ഓരോ യുഗങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, സംഭവിക്കുന്നത് അല്ലെ? സൃഷ്ടി രഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു, ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ബാബ നൽകിയത് പുതിയ ജ്ഞാനമാണ് അല്ലെ? ഈ ജ്ഞാനത്തിലൂടെ എന്താണ് സംഭവിച്ചത്? പുതിയ മനോഭാവം, പുതിയ സൃഷ്ടി, പുതിയ ദൃഷ്ടി അല്ലെ? പുതിയ ദൃഷ്ടി, പുതിയ മനോഭാവം, അങ്ങനെ പുതിയ ദൃഷ്ടിയിലൂടെ എന്താണ് പുതിയ സൃഷ്ടി അല്ലെ? പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദിന രാത് ഹർ സമയം ഹർ സെക്കൻഡ് നയ ലഗ്താ ഹൈ. ഇവിടെ നമുക്ക് രാത്രിയും പകലും ഓരോ സമയവും ഓരോ സെക്കൻഡും നമുക്ക് തീർത്തും പുതിയതായിട്ടാണ് അനുഭവമാകുന്നത്. അപ്പോ ബാബ എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഇവിടെ രാത്രിയും പകലും അല്ലെ? ഇവിടെ ഓരോ സമയവും ഓരോ സെക്കൻഡും നമുക്ക് തികച്ചും പുതിയതാണ്. സംബന്ധമേപിക്കത്തിനെ നയെ ബൻകെ. സംബന്ധങ്ങളിൽ പോലും അല്ലെ നമുക്ക് ഇവിടെ എത്രയോ പുതിയവരുണ്ട് എന്ന് വെച്ചാല് ബാബ പറയുന്ന പുതുമയേറിയ സംബന്ധമാണ് എന്ന് ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാരണം അല്ലെ എന്താ ബാബ പറഞ്ഞത്? കാരണം നമുക്ക് ബാബയെ കിട്ടിയെന്ന് പറയുമ്പോൾ ആത്മാവിന് സർവബന്ധു ആരാണ്? ബാബയാണ് അല്ലെ? അച്ഛനും അമ്മയും അധ്യാപകനും സദ്ഗുരുവും അല്ലെ? ആത്മമിത്രവും സന്താനവും സർവബന്ധു അല്ലെ? സഖ സ്വാമി എല്ലാം ബാബ തന്നെയാണ്. അപ്പൊ നമുക്കിവിടെ പുതിയ സംബന്ധം ലഭിച്ചു. പുരാണി സംബന്ധം ബ്രാഹ്മണ സംബന്ധമേ ഇതിന് അന്തർഹി. പിന്നെ ഇവിടെ എന്താ കിട്ടിയത്? ബാബയെ കിട്ടിയപ്പോ ബാബയുടെ ബ്രാഹ്മണ പരിവാരത്തെ അല്ലെ? അപ്പൊ ബാബ പറയാണ് പഴയ സംബന്ധത്തിനും ബ്രാഹ്മണരുടെ സംബന്ധത്തിനും തമ്മില് എത്രയോ അന്തരമുണ്ട്. പുരാണ സംബന്ധവും ലിസ്റ്റ് സ്മൃതിമേ ലാവോ കിത്തിരി ലംബിക്കും. പഴയ സംബന്ധങ്ങളുടെ ലിസ്റ്റ് ഒന്ന് സ്മൃതിയിലേക്ക് കൊണ്ടുവരൂ. എത്ര നീളമുള്ളതാണ് അല്ലെ? എന്താണ് പഴയ സംബന്ധങ്ങളുടെ അല്ലെ ലിസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് നോക്ക്. അച്ഛൻ, അമ്മ, വല്യച്ഛൻ, വല്യമ്മ, ചിറ്റപ്പൻ അല്ലെ? പിന്നെന്താണ് അമ്മാവൻ, അമ്മായി, ഇങ്ങനെ കുറെ ബന്ധങ്ങളുണ്ടല്ലേ? ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പൊ ബാബ പറയണേ എന്തൊരു നീണ്ട ലിസ്റ്റാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. പഴയ സംബന്ധങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എത്രയോ നീണ്ട ലിസ്റ്റാണ് നമ്മൾ സ്മൃതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. എത്ര നീളമുള്ളതാണ്. ലേക്കിൻ സംഗമിക്ക് നയെ യുഗക്കെ നയെ സംബന്ധ കിതനെ ഹെ തോ ലംബി ലിസ്റ്റ് ഹെ ക്യാ. ബാബ ചോദിക്കാണ് എന്നാൽ കുട്ടികളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ സംഗമ യുഗത്തിൽ അല്ലെ ഇവിടെ നിങ്ങൾക്ക് പുതിയ സംബന്ധമാണ്. അത് എത്ര മാത്രം ഉണ്ട്? അതിനെന്താ വലിയ നീണ്ട ലിസ്റ്റ് ഉണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. അവിടെ ലൗകിക സംബന്ധങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ നീണ്ട ലിസ്റ്റാണ്. പക്ഷെ ഇവിടെ അത്രയും നീണ്ട ലിസ്റ്റ് ഉണ്ടോ? ബാപ്ദാദ ഓർ ഭായി ബഹൻ ഇതിനെ നിസ്വാർത്ഥ പ്യാർക്കെ സംബന്ധ. ഇവിടെ നോക്ക്, ബാപ്ദാദയും നമ്മൾ കുട്ടികളും അല്ലെ ഈ പരിവാരം. അപ്പോ ഇവിടെ എന്താണ് ഈ പരിവാരത്തോട് നമുക്കുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെ ഈശ്വരീയ പരിവാരമാണ്, ബ്രാഹ്മണ പരിവാരമാണ്. ഈ ബ്രാഹ്മണ പരിവാരത്തിൽ നമുക്ക് വളരെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ സംബന്ധമാണുള്ളത് അല്ലെ? ഇവിടെ എല്ലാവരോടും നമുക്ക് എന്താ ഉള്ളത്? നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ സംബന്ധമാണ്. അപ്പോ ബാബ പറയാണ് അല്ലെ ബാബയോടുള്ള സംബന്ധവും സഹോദരി സഹോദരന്മാരോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ സംബന്ധവും.
ഓഹെ അനേക സ്വാർത്ഥ സംബന്ധം. പക്ഷെ ലൗകികത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനേക സ്വാർത്ഥമായ സംബന്ധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, വളരെയധികം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ സംബന്ധങ്ങളാണ്. तो नया युग छोटा सा नया ब्राह्मण संसार ही अति प्यारा है. അതുകൊണ്ട് പുതിയ യുഗം അല്ലെ, ഈ സംഗമ യുഗം, ഈ കൊച്ചു യുഗം, ഈ ബ്രാഹ്മണരുടെ ലോകം നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അല്ലെ. ഈ ലോകം നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്. ദുനിയാവാലെ ഏക് ദിൻ ഏക് ദോഹോ മുബാരക് ദേത്തെ ഹൈ. ആപ് ക്യാ കർത്തെ? ലോകത്തിലുള്ളവര് ന്യൂ ഇയറിന് ഒരു ദിവസം പരസ്പരം എന്ത് ചെയ്യും? ആശംസകൾ നേരും. നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലെ? ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബാപ്ദാദ എന്താ ചെയ്യുന്നത്? ഹർ സെക്കൻഡ് ഹർ സമയം ഹർ ആത്മാക്ക് പ്രതി ശുഭഭാവന ശുഭകാമനക്ക് മുബാരക് ദേത്തെ ഹൈ. ഇവിടെ നമ്മൾ ഓരോ കുട്ടികളും ഓരോ സെക്കൻഡും ഓരോ ആത്മാവിനെ പ്രതി ശുഭഭാവന ശുഭമായ ആഗ്രഹങ്ങളുടെ ആശംസകൾ നേരുകയാണ് അല്ലെ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയറിന് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ അല്ലെ. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് പറയും? പരസ്പരം ഹാപ്പി ന്യൂ ഇയർ പറയും. പക്ഷെ ഇവിടെയോ സംഗമയുഗത്തിന്റെ പുതുമയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മള് ഓരോ സെക്കൻഡും ഓരോ സമയവും ഓരോ ആത്മാവിനെ പ്രതി നമ്മുടെ ഉള്ളിൽ എന്താണത്? ശുഭഭാവന ശുഭമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ആശംസകൾ നേരും. जब भी किसी को किसी भी उत्सव के दिन मुबारक देते हैं तो क्या कहते हैं? ഏതെങ്കിലും ഉത്സവത്തിന്റെ നാളുകളിൽ നമ്മൾ ആശംസകൾ നേരുകയാണ് എങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ ആശംസകൾ നേരുകയാണ് എങ്കിൽ എന്താ പറയാറ്? ഏതെങ്കിലും ഉത്സവത്തിന്റെ നാളുകളിൽ, ദീപാവലി ആയിരിക്കാം, അല്ലെങ്കിൽ ഓണമായിരിക്കാം, ന്യൂ ഇയർ ആയിരിക്കാം, വിഷു ആയിരിക്കാം അല്ലെ, പറയുന്ന ഉത്സവത്തിന്റെ നാളുകളിൽ നമ്മൾ ആ ഉത്സവത്തിന്റെ ദിനത്തിൽ ആശംസകൾ നേരുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? സന്തോഷമായിരിക്കൂ, ഖുഷി രഹോ, സുഖി രഹോ, ശക്തിശാലി രഹോ, തന്ദുരസ്ത് രഹോ. എന്താ പറയുന്നേ അല്ലെ? സന്തോഷമായിരിക്കൂ, സുഖിയായിരിക്കൂ, ശക്തിശാലി ആയിരിക്കൂ അല്ലെ, ആരോഗ്യപൂർണമായിരിക്കൂ അല്ലെ. നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുമ്പോൾ അതിന്റെ കാർഡിൽ ഇതൊക്കെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ആ കാർഡിൽ നമ്മൾ ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് ആശംസകൾ നേരുന്നത്. അപ്പൊ സംഗമയുഗത്തിലോ ഓരോ ആത്മാവിനോടും ഓരോ സമയവും നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? ശുഭഭാവനകളുടെയും ശുഭമായ ആഗ്രഹങ്ങളുടെയും ആശംസകളാണ് നമ്മൾ നൽകുന്നത്. തോ ആപ് ഹർ സമയം ക്യാ സേവ കർത്തി. അപ്പൊ നമ്മൾ കുട്ടികള് ഓരോ സമയത്തും എന്ത് സേവനമാണ് ചെയ്യുന്നത്? ആത്മാവും നയി ജീവൻ ദേത്തി അല്ലെ. ഓരോ ആത്മാക്കൾക്കും നമ്മൾ പുതിയ ജീവിതം നൽകുകയാണ്. तो आप सबको भी बाप दादा ने नई जीवन दी है ना. നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ബാപ്ദാദ പുതിയ ജീവിതം നൽകിയല്ലോ. तो इस नई जीवन में वो सभी ये सभी मुबारक सदा के लिए मिल ही जाती है. അപ്പൊ ബാബ പറയാണ് അല്ലെ, എപ്പോഴാണോ ശിവബാബ ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ, പരമാത്മാവ് വന്നത്, അപ്പൊ നമ്മൾ എല്ലാ കുട്ടികൾക്കും പുതിയ എന്താണ് നൽകിയ? ബ്രാഹ്മണ ജീവിതം നൽകി. तो इस नई जीवन में ये सभी मुबारक सदा के लिए मिल ही जाती है. അപ്പൊ ബാബ പറയാണ്, ബാപ്ദാദ നമുക്ക് പുതിയ ജീവിതം നൽകിയപ്പോൾ നമ്മുടെ പുതിയ ജീവിതത്തിൽ നമുക്ക് അല്ലെ സദാകാലത്തേക്കാണ് ആശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ നൽകുന്ന ആശംസകളും ആശീർവാദങ്ങളും അല്ലെ, നമ്മുടെ സഹോദരാത്മാക്കൾ നമുക്ക് നൽകുന്ന ആശീർവാദങ്ങളും ആശംസകളും സദാകാലത്തേക്കാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. तो आप जैसे खुशनसीब खुशी के खजानों से संपन्न सदा सुखी और कोई हो नहीं सकता അല്ലെ. ബാബ പറയാണ്, നമ്മൾ കുട്ടികളെ പോലെ ഏറ്റവും ഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികൾ, സന്തോഷത്തിന്റെ ഖജനാവിനാൽ സമ്പന്നരായിരിക്കുന്ന കുട്ടികൾ, സദാ സുഖികളായിരിക്കുന്ന കുട്ടികൾ അല്ലെ. ബാബ പറയാണ്, വേറെ ആരെങ്കിലും ഉണ്ടാവോ? അല്ലെ. നമ്മളെ പോലെ ഏറ്റവും ഭാഗ്യശാലികളായിട്ടുള്ള കുട്ടികൾ അല്ലെ, സന്തോഷത്തിന്റെ ഖജനാവിനാൽ സമ്പന്നരായിരിക്കുന്ന കുട്ടികൾ, സദാ അതീന്ദ്രിയ സുഖം അല്ലെ, അതീന്ദ്രിയ സുഖത്തിൽ ജീവിക്കുന്ന കുട്ടികൾ, വേറെ ആരെങ്കിലും ഉണ്ടാകുമോ അല്ലെ? ബാബ ചോദിക്കുകയാണ്. ഇസ് ജീവൻ की विशेषता आपके देवदाई जीवन में भी नहीं അല്ലെ. ബാബ പറയാണ്, ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത നമ്മുടെ ദേവതാ ജീവിതത്തിലൊന്നുമില്ല. ഉണ്ടോ അല്ലെ? അപ്പൊ ഇവിടെ ബാബ ചോദിക്കുകയാണ്,
അല്ലെ? ദേവതാ ജീവിതത്തില് ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഈ ബ്രാഹ്മണ ജീവിതത്തിലാണ് നമ്മൾ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും അല്ലെ പരമാത്മാവിനെ സദാ കൂടെ അനുഭവം ചെയ്യുന്നത്. അല്ലെ? അത് ഈ ബ്രാഹ്മണ ജീവിതത്തിലാണ് നമ്മള് പരമാത്മാവിനെ സദാ കൂടെ അനുഭവം ചെയ്യുന്നത്. ബ്രാഹ്മണ ജീവിതത്തിലാണ് അല്ലെ? ബാബയുടെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത്, ബാബയുടെ കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ജീവിതം നമുക്ക് ഈ സമയത്താണ്, നമ്മൾ ഈശ്വരനെ ഈ സമയത്താണ് അനുഭവം ചെയ്യുന്നത്. तो हर समय सदही बाप दादा द्वारा मुबारक बधाइयां ग्रीटिंग्स मिलती ही रहती है. ബാബ പറയാണ് ഈ സംഗമയുഗത്തിൽ എങ്ങനെയാണ് ഓരോ സമയത്തും നമുക്ക് ആശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും നമുക്ക് ആശംസകളാണ്, ഓരോ സമയത്തും നമുക്ക് ഗ്രീറ്റിംഗ്സ് ആണ് അല്ലെ? സ്വന്തവേ നമുക്ക് ഓരോ സമയത്തും ബാബയിൽ നിന്ന് ആശംസകള് അല്ലെ ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവാലെ നാച്ചെങ്കെ ഗായെങ്കെ കുച്ച് കായെങ്കെ. ലോകത്തിലുള്ളവർ എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നാഗരേഷ് ഭായ്? എങ്ങനെയാണ് ലോകത്തിലുള്ളവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്? കണ്ടേ വന്നിരി ഈ ബാക്ക് ബെഞ്ചിലിരുന്ന കുട്ടികളെ എന്തിനു വേണ്ടിയിട്ട് ഇരിക്കണെന്ന് അറിയാം? കാറ്റ് കൊള്ളിരുന്നതല്ലേ? കാറ്റ് കൊണ്ട് വേറൊരു കുഴപ്പമുണ്ട്. രാത്രി നേരത്തും കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിലേ ഈ കാറ്റിന്റെ നാളിരുന്ന കുഴപ്പമാണ്. ഓ ഇവിടെയാണല്ലോ ഫാൻ. സാറി ഞാനിവിടെ അപ്പോ ബാബ പറയാണ്, അതായത് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെ? നമ്മൾ ഏറ്റവും ഭാഗ്യശാലികളാണ്. സന്തോഷത്തിന്റെ ഖജനാവിനാൽ നിറഞ്ഞിരിക്കുന്ന കുട്ടികൾ നമ്മളാണ്. അതീന്ദ്രിയ സുഖം അല്ലെ? ഓരോ നിമിഷം അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നത് നമ്മളാണ്. ബാബ പറയാണ് ഈ നവീനത, ഈ വിശേഷത ദേവതകളുടെ ജീവിതത്തിൽ പോലുമില്ല. ഓരോ സമയത്തും സ്വതവേ നമുക്ക് എന്ത് ലഭിക്കുന്നു? ബാപ്ദാദയുടെ ആശംസകൾ ലഭിക്കുന്നു, ആശീർവാദങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലുള്ളവര് അല്ലെ ന്യൂ ഇയറിന് എന്താ ചെയ്യുന്നേ? അവര് അടിച്ചു പൊളിക്കല്ലേ? അവര് ന്യൂ ഇയറിന് പാടും ആടും അല്ലെ, കഴിക്കും, വിഭവസമൃദ്ധമായിട്ട് കഴിക്കും അല്ലെ? അങ്ങനെയാണ് ആപ്യാ കർത്തേക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെ അവര് ആടും പാടും അല്ലെ കഴിക്കും. तो आप क्या करते हो? हर सेकंड नाचते गाते रहते. ഇവിടെ നമ്മൾ ഓരോ സെക്കൻഡും പാടുകയാണ് അല്ലെ? ഓരോ സെക്കൻഡും നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ ഗാനം ആലപിക്കുന്നവരാണ് അല്ലെ? പിന്നെന്താണ്? ആനന്ദ നൃത്തം ചെയ്യുന്നവരാണ് നമ്മള്. ഓരോ നിമിഷം നൃത്തം ചെയ്യാണ്, ഓരോ നിമിഷം എന്താണ് അല്ലെ പാടുകയാണ്. പിന്നെന്താണ്? ഓരോ നിമിഷവും കഴിക്കുകയാണോ അല്ലേ? ആണ്, കഴിക്കണം ഓരോ നിമിഷം. എന്ത് മധുരം മിഠായി ഒന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നെടുത്ത് കഴിക്കില്ല. പിന്നെന്താ? സദാ ബാബ പറയില്ലേ, രാവിലെ മുരളി കേട്ട് കഴിഞ്ഞാല് പശു എന്താ ചെയ്യാറ്? മാറിക്കിടന്ന് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. ആദ്യം വൈക്കോലൊക്കെ അകത്താക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മാറിക്കിടന്ന് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? മുരളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരളിയെ മനനം ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കഴിക്കുക, ആത്മാവിന്റെ ആഹാരമാണ് അല്ലേ? ബാബ പറഞ്ഞ മുരളിയെ മനനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ബാബ പറയാണ് ഇവിടെ നമ്മള് ദിവസം ബ്രഹ്മഭോജനാണ് കഴിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ബ്രഹ്മഭോജനാണ് കഴിക്കുന്നത്. കാരണം ബാബ പറഞ്ഞു കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നാ ബാബ പറഞ്ഞത് അല്ലെ? കുട്ടികൾ അങ്ങനെയായിരിക്കണം. അതായത് അല്ലെ കുട്ടികളുടെ വ്യക്തിത്വം എന്തായിരിക്കണം? എന്തായിരിക്കണം? അതായത് ബാബ പറഞ്ഞു നിങ്ങൾ ഗൃഹസ്ഥയല്ലേ ട്രസ്റ്റ് ചെയ്യണം അല്ലെ? അതായത് ബാബയ്ക്ക് സമർപ്പിത കുട്ടികള് ഗൃഹസ്ഥികളായിട്ടുള്ള കുട്ടികൾ എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. കാരണം എന്താണ്? ഗൃഹസ്ഥികളായിട്ടുള്ള കുട്ടികളാണെങ്കിലും സമർപ്പിതരായിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഹൃദയത്തിന്റെ സമർപ്പണമാണ്. എല്ലാം ബാബയുടേതാണ്, എല്ലാം നിന്റേതാണ്, ഒന്നും എന്റേതല്ല. എല്ലാം നിന്റേതാണ് എങ്കില് നമ്മൾ ഗൃഹസ്ഥത്തിലാണെങ്കിലും ബ്രഹ്മഭോജനാണ് കഴിയും, ബാബയുടെ യജ്ഞത്തിൽ നിന്നാണ് കഴിയും. കാരണം എന്റെ അല്ല, എല്ലാം നിന്റെയാണ് അല്ലെ? എന്റെയാണെന്നുള്ള ബോധം ഇല്ല അവിടെ. എല്ലാം നിന്റെയാണെന്നുള്ള സമർപ്പണമാണ് അവിടെ. ആ നിന്റേതെന്നുള്ള കോൺഷ്യസ് ആണ്. അപ്പൊ എന്താണ്? ബാബയിൽ നിന്നാണ് നമ്മൾ എല്ലാം സ്വീകരിക്കുന്നത്, ബാബയാണ് നമ്മളെ പാലിക്കുന്നത്, ബാബയുടെ യജ്ഞത്തിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്നത് ബ്രഹ്മഭോജനമാണ്. हर सेकंड नाचते गाते रहते हैं.
हर रोज ब्रह्मा भोजन खाते रहते हैं। लोग तो खास पार्टीज अरेंज करते हैं और आपकी तो सदा ही संगठन की पार्टीज होती रहती है. അപ്പൊ ബാബ പറയാണ് ഇവിടെ നമ്മള് ഓരോ നിമിഷം പാടിക്കൊണ്ടിരിക്കുക. എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ ഗാനം നമ്മൾ പാടുന്നത്? അല്ലെ, ആഹാ ബാബ. അല്ലെ, നമ്മൾ എന്താ പാടാറുള്ളത്? ആഹാ ബാബ, ആഹാ ബാബ എന്നാണ് നമ്മൾ പാടുന്നത്. അല്ലെ, സദാ എന്താ പാടുന്നത്? ആഹാ ബാബ, ആഹാ എന്റെ ബാബ. അപ്പൊ നമ്മള് അല്ലെ, ആഹാ എന്റെ ഭാഗ്യം, ആഹാ ബാബ, ആഹാ എന്റെ ഭാഗ്യം, ഇതാണ് നമ്മൾ പാടുന്നത്. ആഹാ എന്റെ ബാബ അല്ലെ. ഇപ്പൊ എപ്പോഴും നമ്മുടെ ഹൃദയം പാടണം. പിന്നെ എന്താണ്? ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം പാടണം. ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം നൃത്തം ചെയ്യണം. അല്ലെ, മനസ്സാകുന്ന മയിൽ പീലി വിരിച്ച് നൃത്തം ചെയ്യണം. എന്ത് പറഞ്ഞിട്ട് എങ്ങനെയാ നൃത്തം ചെയ്യേണ്ടത്? മേരാ ബാബ മേരാ ബാബ അല്ലെ, എന്റെ ബാബ എന്ന് പറഞ്ഞിട്ട് പാടിയിട്ട് അല്ലെ, എന്റെ ബാബ, എന്റെ പ്രിയപ്പെട്ട ബാബ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ബാബ അല്ലെ, എന്റെ പ്രാണന്റെ പ്രാണനായ ബാബ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സാകുന്ന മയിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോ ബാബ പറയാണ് പിന്നെ ഓരോ ദിവസം ബ്രഹ്മഭോജനം കഴിക്കണം. ബാബ പറയാണ് അവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ എന്തുള്ളൂ, അവർക്ക് സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമാണ് പ്രത്യേകിച്ചും പാർട്ടിയൊക്കെ അവർ അറേഞ്ച് ചെയ്തത്. നമുക്കാണെങ്കിൽ എപ്പോഴും ഈ പരിവാരത്തിൽ പാർട്ടിയാണ് അല്ലെ. ബാബ പറയുന്നത് നമുക്ക് എപ്പോഴും പാർട്ടിയാണ്. പാർട്ടീസ്മേ മിലൻ ഹോത്താ ഹേ. പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? പാർട്ടികൾ അറേഞ്ച് ചെയ്യുന്നത് എന്താണ്? എല്ലാവരും ഒത്തുകൂടുകയാണ്, എല്ലാവരും പരസ്പരം കാണും. तो आपको सदा ही संगठन की पार्टी होती रहती है. तो आप ब्राह्मणों की अमृतवेले से पार्टी शुरू होती है. അല്ലെ, നമ്മളുടെ പാർട്ടി എന്താണ്? ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെയാണ്. രാവിലെ അമൃതവേളയിൽ എണീക്കുമ്പോ മുതല് നമ്മളുടെ പാർട്ടി ആരംഭിച്ചു വരും. കാരണം എന്താണ്? എല്ലാ കുട്ടികളും എവിടെ ചെല്ലുക അല്ലെ? പരംധാമത്തിലേക്ക് ചെല്ലുകയാണ്. ബാബയുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി പരംധാമത്തിലേക്ക് ചെല്ലുകയാണ്. പേലെ ബാപ്ദാദാസെ മനാതെ. ആദ്യം നമ്മൾ ബാപ്ദാദയുടെ കൂടെ മിലനം ആഘോഷിക്കുകയാണ്. ഏകമേ അനേക സംബന്ധ സ്വരൂപസെ മനാത്തിക്കു. അപ്പൊ ആദ്യം നമ്മുടെ പാർട്ടി ഡെയിലി രാവിലെ അമൃതവേളയിൽ നമ്മുടെ പാർട്ടി ആരംഭിക്കാം. അമൃതവേളയിൽ എണീറ്റ പാടെ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ? ബാബയുടെ അരികിലേക്ക് ഓടിപ്പോവാണ് അല്ലെ. ഫ്രഷ് ആയിട്ട് മുഖമൊക്കെ കഴുകി കൈയും കാലും കഴുകി നമ്മൾ എവിടെ ചെല്ലാണ്? ബാബയുടെ അടുക്കിലേക്കാണ് നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്നത്. അങ്ങനെ ബാബയുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ? ബാബയുമായുള്ള കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. ഒരേ ഒരു ബാബയുടെ അടുക്കൽ അനേക സംബന്ധങ്ങളിലൂടെ അനേക സ്വരൂപത്തിലൂടെ നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലെ. അനേക സംബന്ധങ്ങളിലൂടെ അനേക സ്വരൂപത്തിലൂടെ നമ്മൾ കുട്ടികള് ബാബയുടെ കൂടെ ആഘോഷിക്കുകയാണ്. तो आपस में ब्राह्मण जब क्लास करते हो तो संगठन में मिलन मनाते हो ना. ബാബ പറയാണ് അതേപോലെ അല്ലെ, ബ്രാഹ്മണ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ പരിവാരം എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോഴും നമ്മൾ പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയാണ് അല്ലെ. ബാബയുടെ മുരളി കേൾക്കാണ് അല്ലെ. ബാബയുടെ മുരളി കേൾക്കുന്നു അല്ലെ. മുരളിയുടെ ലഹരിയിൽ നമ്മൾ നൃത്തം ചെയ്യുന്നു, പാടുന്നു. तो और हर समय ഉത്സാഹ ഭരെ ജീവൻ മേ ഉൾത്തേ രഹത്തെ ഹോ. അങ്ങനെ ഓരോ സമയത്തും ഉത്സാഹം നിറഞ്ഞ ജീവിതത്തിൽ നമ്മൾ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് അല്ലെ, നമ്മളെല്ലാ കുട്ടികളും ബാബയുടെ മുരളി കേൾക്കുന്നു, പാടുന്നു. ഓരോ സമയത്തും ഉത്സാഹം നിറഞ്ഞ ജീവിതത്തില് നമ്മൾ പറന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മൺ ജീവൻ കാ ശ്വാസ ഹി ഹേ ഉത്സാഹം. ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസം ഉത്സാഹമാണ്. ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസമാണ് ഉത്സാഹം. അഗർ ശ്വാസ കം ഹോത്താ ഹേ तो ബ്രാഹ്മൺ ജീവൻ ജീനയ്ക്ക് മജ നഹി ആതാ ഹേ. ബാബ പറയാണ് ഇവിടെ ഉത്സാഹം കുറവാണെങ്കിലോ ബ്രാഹ്മണ ജീവിതം ജീവിക്കുവാനുള്ള ലഹരി ഉണ്ടായിരിക്കില്ല. ബ്രാഹ്മണ ജീവിതത്തിന്റെ ലഹരി അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മണ ജീവിതത്തിൽ ഉത്സാഹം വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ബാബ എന്താ പറഞ്ഞത്? ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസമാണ് ഉത്സാഹം. ജैसे शरीर में श्वास की गति यथार्थ चलती है तो अच्छी तंदुरुस्ती मानी जाती है. എങ്ങനെ ശരീരത്തിൽ ശ്വാസത്തിന്റെ ഗതി അല്ലെ യഥാർത്ഥമായിട്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാല് നമ്മുടെ ശ്വാസത്തിന്റെ ഗതി കറക്റ്റ് ആണെങ്കിൽ, ശ്വാസഗതിക്ക് അല്ലെ ആ അന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതാണ് എന്ന് അല്ലെ അംഗീകരിക്കുകയാണ്. അഗർ കഭി ബഹുത് തേജ് ഗതി സെ ചലെ കഭി സ്ലോ ജായേ तो तंदुरुस्ती नहीं
നമ്മുടെ ശ്വാസത്തിന്റെ ഗതി ചില സമയത്ത് ഭയങ്കര സ്പീഡിലാണ്, ചില സമയത്ത് ഭയങ്കര സ്ലോ ആണ്. എങ്കിൽ നമ്മൾ ആരോഗ്യപൂർണരാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. तो अगर कभी बहुत तेज गति से चले तो कभी स्लो हो जाए तो तंदुरुस्ती नहीं मानी जाएगी. तो ब्राह्मण जीवन अर्थात उत्साह निराश नहीं. അതുകൊണ്ട് ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞതാണ്. ഒരിക്കലും ബ്രാഹ്മണ ജീവിതം നിരാശയുടേതല്ല. നിരാശയുടേതാണെങ്കിൽ ബ്രാഹ്മണ ജീവിതമല്ല. നിരാശ ഉണ്ടാകുന്ന എപ്പോഴാ? എന്തെങ്കിലും മായ പിടിക്കുമ്പോഴായിരിക്കും നിരാശ ഉണ്ടാകുന്നത്, അല്ലാണ്ട് അല്ലെ ഒരിക്കലും നിരാശ ഉണ്ടാകുന്നില്ല. तो जब सर्व आशाएं पूर्ण करने वाले बाप के बन गए तो निराशा कहाँ से आई? സർവ്വ ആശകളും പൂർത്തീകരിച്ചു തരുന്ന ബാബയുടെ കുട്ടികളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിരാശ എവിടുന്ന് വരാനാണ്? അല്ലെ, കുട്ടികളുടെ സർവ്വ ആശകളും പൂർത്തീകരിച്ചു തരുന്ന അച്ഛന്റെ കുട്ടികളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. പിന്നെ നിരാശ നമുക്ക് എവിടുന്ന് വരാനാണ്? आपका ऑक्यूपेशन ही है निराशावादी को आशावादी बनाना. അല്ലെ, നമ്മുടെ കർത്തവ്യമാണ് നിരാശാവാദിയെ ആശാവാദിയാക്കി മാറ്റുക. ഇതാണ് നമ്മൾ കുട്ടികളുടെ കർത്തവ്യം. യഹി സേവാഹ്യന, ഇതാണ് നമ്മളുടെ സേവനം. അല്ലെ, അത്രയും നിരാശരായി തകർന്ന് അല്ലെ മാനസിക തകർച്ചയിലിരിക്കുന്ന ആത്മാക്കളെ, നിരാശരായ ആത്മാക്കളുടെ ഹൃദയത്തില് ശ്രേഷ്ഠമായിട്ടുള്ള ആശകൾ, പുതിയ ജീവിതം അല്ലെ ശ്രേഷ്ഠമായ ആശകൾ അല്ലെ ജനിപ്പിച്ച് അവർക്ക് ജീവിത ലക്ഷ്യം നൽകി അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളോട് ചെയ്യേണ്ടത്. तो ये तो दुनिया के हर हद के चक्कर अनुसार आप भी दिन को महत्व दे रही हो, लेकिन वास्तव में आप सब. അപ്പൊ ബാബ പറയാണ് അല്ലെ, ലോകത്തിന്റെ പരിധിയുള്ള ആ ചക്രം അനുസരിച്ച് നമ്മൾ കുട്ടികളും ഈ ദിവസത്തിന് മഹത്വം നൽകുന്നുണ്ട്. ഇപ്പൊ ന്യൂ ഇയർ ആണെങ്കിലും പരിധിയുള്ള ചക്രം ഇവിടെ കറങ്ങല്ലേ. ആ പരിധിയുള്ള ചക്രം അനുസരിച്ചിട്ട് എന്താണ് നമ്മള് അല്ലെ ഈ ന്യൂ ഇയറിന്റെ ദിവസത്തിന് മഹത്വം നൽകുന്നുണ്ട്. വാസ്തവമേ ആപ് സബ് ബ്രാഹ്മൺ. ബാബ പറയാണ് അല്ലെ, വാസ്തവത്തില് നമ്മളെല്ലാം ബ്രാഹ്മണ ആത്മാക്കൾക്കും ഈ സംഗമയുഗം നവീനതയുടെ യുഗമാണ്. നമ്മളെല്ലാം ബ്രാഹ്മണ ആത്മാക്കൾക്കും ഈ സംഗമയുഗം നവീനതയുടെ യുഗമാണ്. നയി ദുനിയാവി ഈ സമയം മനാത്തേക്കും അല്ലെ, അതായത് പുതിയ ലോകത്തിന്റെ ആഘോഷവും പുതിയ ലോകത്തിനെ വരവേൽക്കുന്നത് നമ്മൾ സംഗമയുഗത്തിലാണ്, നമ്മൾ ഇപ്പോഴാണ് ആഘോഷിക്കുന്നത്. നയി ദുനിയാക്ക ജ്ഞാൻ ഈ സമയ ആ ആത്മാവും കുഹി. പുതിയ ലോകത്തെ കുറിച്ചുള്ള ജ്ഞാനം പോലും ഈ സമയത്താണ് നമ്മൾ കുട്ടികൾക്ക് ഉള്ളത്. നയി ദുനിയ സ്ഥാപന കറിയിക്കും അല്ലെ, പുതിയ യുഗത്തിന് വേണ്ടി പുതിയ ലോകത്തിന്റെ സ്ഥാപന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബീനെ നയേ വർഷമേ തപസ്യ ദ്വാര अपने को अपने में अलौकिक नवीनता लाई है या पुरानी चाल है. ബാബ പറയാണ് ഈ തപസ്യ വർഷത്തിൽ 91 തപസ്യ വർഷമാണ്. അപ്പൊ തപസ്യ വർഷത്തിൽ ബാബ പറഞ്ഞ തപസ്യയിലൂടെ കുട്ടികൾ തന്റെ അലൗകിക നവീനത കൊണ്ടുവന്നു. അതോ ഇപ്പോഴും കുട്ടികൾ പഴയതുപോലെയൊക്കെ തന്നെയാണോ? അല്ലെ, ബാബ ചോദിക്കുക കുട്ടികളുടെ കയ്യിലിരിപ്പൊക്കെ പഴയതാണോ? അല്ലെ, പഴയ സ്വഭാവമാണോ? പഴയ നേച്ചറാണോ? അതോ കുട്ടികളുടെ സംസ്കാരത്തിലും അല്ലെ സ്ഥിതിയിലും ഒക്കെ അലൗകിക നവീനത കൊണ്ടുവന്നിട്ടുണ്ട്. तो पुरानी चाल कौन सी है? योग अच्छा है, अनुभव भी अच्छे होते हैं, आगे भी बढ़ रहे हैं, धारणा में भी बहुत फर्क है, अटेंशन भी बहुत अच्छा है, सेवा में भी वृद्धि अच्छी है, लेकिन അപ്പൊ ബാബ പറയാണ് ഈ പഴയ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഈ പഴയ സ്വഭാവം? ഇപ്പൊ ബാബ ചോദിച്ചു അലൗകികമായ നവീനത കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെ സ്വയത്തിൽ എന്ന് ബാബ ചോദിച്ചു. അപ്പോ പഴയ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴും പഴയ സ്വഭാവം ഉണ്ടോ അല്ലെ? ബാബ പറയണ യോഗം നല്ലതാണ്, അനുഭവം നല്ലതാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ധാരണയിലും അല്ലെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ, അറ്റൻഷനും വളരെ നന്നായിട്ടുണ്ട്, സേവനത്തിലും വൃത്തിയുണ്ട്. പക്ഷേ അതാണ് പഴയ സംസ്കാരം അല്ലെ. നമ്മൾ എന്ത് പറയും അല്ലെ? നമ്മൾ പറയും എന്താണ് യോഗം ഇപ്പൊ നല്ലതാണ്, ഇപ്പൊ നന്നായിട്ട് പഴയ പോലെയല്ല, നന്നായിട്ട് യോഗം ചെയ്യുന്നുണ്ട്, അനുഭവം നല്ലതാണ് അല്ലെ, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ജ്ഞാനത്തിന്റെ ധാരണയിലും അല്ലെ മുമ്പത്തേക്കാളും വളരെ അന്തരമുണ്ട്.
നല്ല മാറ്റമുണ്ട്. വളരെയധികം പുരുഷാർത്ഥത്തിൽ അറ്റൻഷൻ ഉണ്ട്, സേവനത്തിന് വൃദ്ധി നന്നായിട്ടുണ്ട്. എന്നാൽ അല്ലെ, പക്ഷേ ഈ പക്ഷേ എന്ന് പറയുന്നതാണ് പഴയ സ്വഭാവം. ഇതെല്ലാം ഉണ്ട് പക്ഷേ. അപ്പൊ അവിടെ പക്ഷേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? പിന്നെയുള്ള കുറവിനെ ആണ് നമ്മൾ പക്ഷേ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതാണ് പഴയ സ്വഭാവം, പഴയ സംസ്കാരം. അപ്പൊ ബാബുജിയൊക്കെയാണ് ഈ പക്ഷിയുടെ വാലെന്തിന്? പക്ഷിയുടെ വാല് മുറിച്ച് കളയണം, പക്ഷേ വേണ്ട. കഭി കഭി ऐसा होता है जो कभी कभी पूंछ कब तक समाप्त करेगी അല്ലേ? ബാബ പറയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാകുന്നു. ബാബ ചോദിക്കാണ് കുട്ടികളെ, ഈ വാലെപ്പോഴാ മുറിച്ച് കളയുക, ഈ വാലെപ്പോഴാ സമാപ്തമാക്കുക? പക്ഷേ തപസ്യ വർഷം ഏഹി നവീനത ലാവും. അതുകൊണ്ട് തപസ്യ വർഷത്തിൽ ഈ നവീനത കൊണ്ടുവരും. പുരുഷാരിത്വ സേവാക്കിയ സഫലതാക്കി സന്തുഷ്ടതാക്കി പെർസെന്റേജ് കവി ബഹുത് ഊച്ചി കവി നീച്ചി അല്ലെ? പുരുഷാർത്ഥത്തിന്റെ അഥവാ സേവനത്തിന്റെ സഫലതയുടെ സന്തുഷ്ടതയുടെ പെർസെന്റേജ് ചിലപ്പോൾ ഉയർന്നതായിരിക്കും, ചിലപ്പോൾ താഴ്ന്നതായിരിക്കും അല്ലെ? ബാബ നോക്കുമ്പോൾ എന്താണ് കുട്ടികളുടെ പുരുഷാർത്ഥം, സേവനത്തിന്റെ സഫലത, സന്തുഷ്ടത, ഇതെല്ലാം അല്ലെ ചിലപ്പോ വളരെ ഉയർന്ന പെർസെന്റേജിലാണ്, ചിലപ്പോ താഴ്ന്ന പെർസെന്റേജിലാണ്. ഇതിലെ നവീനത കൊണ്ടുവരണം. ജैसे आजकल के डॉक्टर्स ज्यादा क्या चेक करते हैं അല്ലെ? ഇന്നത്തെ കാലത്തെ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ എന്താ ചെക്ക് ചെയ്യുന്നത്? കൂടുതലും ഇന്നത്തെ കാലത്തെ ഡോക്ടേഴ്സ് എന്താ ചെക്ക് ചെയ്യുന്നത്? सबसे ज्यादा आजकल ब्लड प्रेशर बहुत ചെക്ക് करते हैं അല്ലേ? ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഡോക്ടർ ബ്ലഡ് പ്രഷർ ആണ് ചെക്ക് ചെയ്യുന്നത്. പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. अगर ब्लड प्रेशर का कभी बहुत ऊंचा हो कभी नीचा चला जाए तो क्या होगा? അപ്പൊ ബ്ലഡിന്റെ അല്ലെ ആ പ്രഷർ ഇടയ്ക്ക് നല്ല ഹൈയും ഇടയ്ക്ക് നല്ല താഴെയും പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ബാപ്ദാദ പുരുഷാരത് കാ പ്രഷർ ദേഖ്തേ ഹൈ. ഇവിടെ ബാപ്ദാദ എന്താ നോക്കുന്നത്? നമ്മൾ കുട്ടികളുടെ ബാപ്ദാദ എന്താ നോക്കുന്നേ? കുട്ടികളുടെ പുരുഷാർത്ഥത്തിന്റെ പ്രഷർ എത്രയുണ്ടെന്ന പാപം അല്ലേ? എത്ര തീവ്ര പുരുഷാർത്ഥിയാണ് അല്ലേ? പുരുഷാർത്ഥത്തിന്റെ പ്രഷർ എത്രയുണ്ടെന്ന് ബാബ നോക്കുകയാണ്. बहुत अच्छा जाता है लेकिन कभी कभी जंप मारता है. ഇപ്പൊ നോക്കുമ്പോ നല്ല പുരുഷാർത്ഥമുണ്ടോ? ഇടയ്ക്ക് കുട്ടികൾ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? ഇടയ്ക്കോ? അപ്പൊ ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഹൈ ജമ്പ് ചെയ്യുന്നത്, ലോങ് ജമ്പ് ചെയ്യുന്നതൊക്കെ. കവി കവിക്ക ശബ്ദ സമാപ്തകൾ. അവർ ഈ ഇടയ്ക്ക് എന്നുള്ളത് വേണ്ട, എപ്പോഴും തീവ്ര പുരുഷാർത്ഥിയായിരിക്കണം. ബാബ കുട്ടിയുടെ പുരുഷാർത്ഥത്തിന്റെ പ്രഷറാണ് നോക്കുന്നത് അല്ലെ? അപ്പൊ കുട്ടികള് എപ്പോഴും തീവ്ര പുരുഷാർത്ഥിയായിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ആയാൽ പോരാ. അഭി തോ സബിക്കോ ഇനാം ലേനയ്ക്ക് തയ്യാറി കറേ. എല്ലാ കുട്ടികളും അല്ലെ ബാബയുടെ അടുക്കൽ നിന്ന് ഗിഫ്റ്റ് മേടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. तो इस सारी सभा में ऐसे कौन है जो समझते हैं हम इनाम के पात्र बने അല്ലെ? ബാബയുടെ ഈ കുട്ടികളില് ആരാണ് സ്വയം ഞാൻ ബാബയുടെ എന്താണ് അല്ലെ പ്രതിഫലത്തിന് സമ്മാനത്തിന് പാത്രമാണ്, ബാബ നൽകുന്ന ഗിഫ്റ്റിന് പാത്രമാണെന്ന് സ്വയത്തെ മനസ്സിലാക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ് അല്ലെ? കബി കബി വാല ഇനാം ലേങ്കെ. ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെ തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾക്ക് ബാബയിൽ നിന്ന് പ്രൈസ് മേടിക്കാൻ പറ്റുമോ? ബാബയുടെ നിന്ന് സമ്മാനം കരസ്ഥമാക്കാൻ കഴിയുമോ? ഇനാം लेने का पहले ये विशेषता देखो 6 मास के अंदर 3 प्रकार की संतुष्टता प्राप्त की. അപ്പൊ ബാബയുടെ അടുത്ത് പ്രൈസ് കിട്ടണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ 3 പ്രകാരത്തിലുള്ള സന്തുഷ്ടത നമ്മൾ പ്രാപ്തമാക്കണം. 6 മാസത്തിനുള്ളിൽ 3 പ്രകാരത്തിലുള്ള സന്തുഷ്ടത പ്രാപ്തമാക്കണം അല്ലെ? അതാണ് പ്രൈസ് നേടാനുള്ള ആദ്യത്തെ വിശേഷത. പെല സ്വയം അപ്ന സാക്ഷി ബൻ ചെക്ക് കരോ. ആദ്യം നമ്മൾ സ്വയത്തെ സാക്ഷിയായിട്ട് ചെക്ക് ചെയ്യണം. സ്വകെ ചാർട്ട് സേ സ്വയം സച്ചേ മൻ സച്ചേ ദിൽ സേ സന്തുഷ്ടി. അപ്പൊ നമ്മൾ എന്താണ് സ്വയം സാക്ഷിയായിട്ട് ചെക്ക് ചെയ്യേണ്ടത്? സ്വയത്തെ മറ്റൊരാള് കാണുന്ന പോലെ. നമ്മളെങ്ങനെ കണ്ടത്? നമ്മള് കാണുന്ന മാതിരി കാണരുത്. പിന്നെ ആര് കാണുന്ന മാതിരി? നമ്മളെ കാണുമ്പോൾ ഭയങ്കര പരിഗണനയാണ് അല്ലേ? ഭയങ്കര പരിഗണനയാ നമുക്ക് അല്ലേ? നമുക്ക് മാർക്ക് ഇടുകയാണെങ്കിൽ എത്ര വേണം കൂട്ടിയിടാനേ. മറ്റൊരാള് നമ്മളെ കാണുന്ന പോലെയാണ് നമ്മളെ കാണുന്നത്. അപ്പൊ നമ്മൾ സാക്ഷിയായിട്ട് നമ്മളെ കാണും, ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ട് നമ്മളെ കാണും. അപ്പോ എന്താണ് നമ്മള് സാക്ഷിയായിട്ട് നമ്മളെ ചെക്ക് ചെയ്യണം. സ്വയത്തിന്റെ ചാർട്ടിലൂടെ, സ്വയത്തിന്റെ സത്യമായ മനസ്സിലൂടെ
സത്യമായിട്ടുള്ള ഹൃദയത്തിലൂടെ നമ്മൾ സന്തുഷ്ടരാണ്. അപ്പൊ സ്വയത്തിന്റെ ആ ചാർട്ടില് അല്ലെ, നമ്മുടെ സ്വയത്തിന്റെ സത്യമായ മനസ്സിൽ നമ്മൾ അല്ലെ, നമ്മൾ എല്ലാ ദിവസവും ബാബ എന്താ പറയുന്നത്, ദിവസവും രാത്രി നമ്മൾ ബാബയ്ക്ക് കത്തെഴുതണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് എഴുതണം അല്ലെ. ഇന്ന് എത്ര ദിവസം നമ്മൾ എത്ര സമയം നമ്മൾ യോഗ ചെയ്തു അല്ലെ, എത്രത്തോളം നമ്മൾ ഈ ജ്ഞാനത്തെ, ബാബയുടെ മുരളി അന്നു പഠിച്ച പാഠം നമ്മൾ ധാരണ ചെയ്തിട്ടുണ്ട്, അല്ലെ, എത്രത്തോളം നമുക്ക് ധാരണ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി നമ്മള് അല്ലെ, ജ്ഞാനം, യോഗം, ധാരണ, സേവ അല്ലെ, നമ്മളുടെ ചാർട്ട് പരിശോധിക്കണം അല്ലെ, നമ്മളുടെ ചാർട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ സ്വയത്തിന്റെ ചാർട്ടിലൂടെ സ്വയം സത്യമായിട്ടുള്ള മനസ്സ്, സത്യമായിട്ടുള്ള ഹൃദയത്തിലൂടെ നമ്മൾ എത്രമാത്രം സന്തുഷ്ടരാണ് എന്നുള്ളത്, സ്വയത്തിൽ നമ്മൾ സന്തുഷ്ടരാണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് അല്ലെ, നമ്മള് സ്വയം സാക്ഷിയായി നമ്മൾ ചെക്ക് ചെയ്യണം സ്വയത്തിന്റെ ചാർട്ടിൽ അല്ലെ, സത്യമായിട്ടുള്ള മനസ്സോടെ, സത്യമായിട്ടുള്ള ഹൃദയത്തോടെ നമ്മൾ നമ്മുടെ സ്വയത്തിന്റെ ചാർട്ടിൽ, സ്വന്തം പുരുഷാർത്ഥത്തിൽ നമ്മൾ സന്തുഷ്ടരാണ്. दूसरा, जिस विधि पूर्वक बाप दादा याद के परसेंटेज को कहते हो, उस विधि पूर्वक मन, वचन, कर्म और संपर्क में संपूर्ण चार्ट രേഖ. ഇനി എങ്ങനെ, ഏത് വിധിപൂർവം ബാപ്ദാദയുടെ ഓർമ്മയുടെ പെർസെന്റേജ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, വിധിപൂർവം എത്രമാത്രം അല്ലെ ബാപ്ദാദയുടെ ഓർമ്മയുടെ പെർസെന്റേജ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ബാബ പറയാണ് ആ വിധിപൂർവം മനസ്സ, വാച, കർമ്മണ സംബന്ധ സമ്പർക്കത്തിൽ അല്ലെ, ബാബ പറയാണ് സമ്പൂർണമായിട്ടൊരു ചാർട്ട് നമുക്കുണ്ടോ എന്ന് വെച്ചാല് നമ്മുടെ പുരുഷാർത്ഥത്തില് ബാബ സന്തുഷ്ടനാണ്, നമ്മുടെ ചാർട്ടില് ബാബ സന്തുഷ്ടനാണ് അല്ലെ. നമ്മുടെ യോഗം അല്ലെ, എത്ര സമയം നമ്മൾ യോഗ ചെയ്ത യോഗത്തിന്റെ ക്വാളിറ്റി എന്താണ്, അതില് ബാബ സന്തുഷ്ടനാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്, ബ്രാഹ്മൺ പരിവാർ ഹമാരെ ശ്രേഷ്ഠ യോഗി ജീവൻ സെ സന്തുഷ്ട രേഖ. ഈ ബ്രാഹ്മണ പരിവാരം നമ്മുടെ ശ്രേഷ്ഠ യോഗി ജീവിതത്തിൽ സന്തുഷ്ടരാണ്. ബ്രാഹ്മണരുടെ കൂടെ നമ്മൾ സേവ ചെയ്യുമ്പോൾ എന്താണ് അല്ലെ, മുഴുവൻ ബ്രാഹ്മണരും നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ, അതായത് ബ്രാഹ്മണ പരിവാരം നമ്മുടെ ശ്രേഷ്ഠ യോഗി ജീവിതത്തിൽ സന്തുഷ്ടരാണ്. तो 3 प्रकार की സന്തുഷ്ടത അനുഭവം കരണം. അതുകൊണ്ട് 3 പ്രകാരത്തിലുള്ള സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്വയത്തിന്റെ പുരുഷാർത്ഥത്തിന്റെ ചാർട്ടിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കണം. പിന്നെ നമ്മുടെ യോഗം, നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് അല്ലെ, അത് സമ്പൂർണതയുള്ള ചാർട്ടാണ്. ആ ചാർട്ടില് ബാബ സന്തുഷ്ടനാണ്. പിന്നെ പരിവാരം അല്ലെ, ബ്രാഹ്മണ പരിവാരം നമ്മളുടെ ശ്രേഷ്ഠ യോഗി ജീവിതത്തിൽ നമ്മളിൽ സന്തുഷ്ടരാണ്. ഈ 3 പ്രകാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ നേടണം. तो 3 प्रकार की സന്തുഷ്ടത അനുഭവം करना अर्थात प्रैस के योग्य बनना. ഈ 3 പ്രകാരത്തിലുള്ള സന്തുഷ്ടതയെ നമ്മൾ അനുഭവം ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ബാബ നൽകുന്ന പ്രൈസിന് യോഗ്യരാണ്. तो विधि पूर्वक आज्ञाकारी बन चार्ट रखने की आज्ञा पालन की. വിധി പൂർവം ആജ്ഞാനുവർത്തിയായി ബാബയുടെ ചാർട്ട് നമ്മൾ എഴുതണം. അത് ആ ആജ്ഞ നമ്മൾ പാലിച്ചു. ऐसे आज्ञाकारी को भी मार्क्स मिलती है. അങ്ങനെ ആജ്ഞകളെ അനുസരിക്കുന്ന കുട്ടികൾക്കാണ് അല്ലെ മാർക്ക് ലഭിക്കുന്നത്. लेकिन संपूर्ण पास मार्क्स उनको मिलती है जो आज्ञाकारी बन चार्ट रखने के साथ साथ पुरुषार्थ की विधि और सिद्धि की मार्क्स ले. അല്ലെ ബാബ പറയാണ് സമ്പൂർണമായിട്ടും പാസ് മാർക്സ് മേടിക്കുന്നത് അല്ലെ, പാസ് മാർക്സ് ലഭിക്കുന്നത് ആ കുട്ടികൾക്കാണ്. ആരാണോ ബാബയുടെ ആജ്ഞകളെ അനുസരിച്ച് അല്ലെ ആജ്ഞാനുവർത്തിയായി ചാർട്ട് വെക്കുന്നതിനോടൊപ്പം പുരുഷാർത്ഥത്തിന്റെ വിധിയും വൃദ്ധിയും അല്ലെ, പുരുഷാർത്ഥത്തിന്റെ വിധിയും വൃദ്ധിയും ചെയ്യുന്നത്, വിധിപൂർവ്വം പുരുഷാർത്ഥം ചെയ്ത് തന്റെ വൃദ്ധി ചെയ്ത് അല്ലെ ആ കുട്ടി അല്ലെ അവര് അതിലും മാർക്ക് മേടിക്കുക അല്ലെ. അതാണ് പറയുന്നത് സമ്പൂർണ്ണ പാസ് മാർക്സ് എന്ന് പറയുന്നത്. അതാണ് ബാബയുടെ ആജ്ഞാകാരി കുട്ടിയായി ചാർട്ട് വെക്കുന്നതിനോടൊപ്പം തന്റെ പുരുഷാർത്ഥത്തിന്റെ വിധിയും അതിന്റെ വൃദ്ധിയും ഉണ്ടാക്കുന്നതിലും മാർക്ക് മേടിക്കുന്ന കുട്ടികൾ. तो जिन्होंने इस नियम का पालन किया है, जो एक्यूरेट रीति से चार्ट रखा है, ആരാണോ ഈ നിയമങ്ങൾ പാലിച്ചിട്ടുള്ളത്, ആരാണോ കൃത്യമായിട്ട് തന്റെ ചാർട്ട് എഴുതുന്ന കുട്ടികൾ അല്ലെ, ആരാണോ തന്റെ പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് കൃത്യമായിട്ട് എഴുതുന്ന കുട്ടികള് അല്ലെ,
അതായത് പുരുഷാർത്ഥവും വിധിപൂർവം ചെയ്ത് വൃത്തി പ്രാപ്തമാക്കുന്ന കുട്ടികള്, അതായത് ബാബയുടെ നിയമങ്ങളെ പാലിക്കുന്ന കുട്ടികൾ. ഗോപി ബാപ്ദാദ ദ്വാര പരിവാർ ദ്വാര ബദായ ലെനിക്ക് പാത്വനെ. അവരുടെ അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, ബാബയുടെ ആശംസകൾ അവർ നേടും, ബാബയുടെ ആശീർവാദം നേടും അവര് ബാബയുടെ ആ ആശംസകൾക്കും ആശീർവാദത്തിനും ബ്രാഹ്മണ പരിവാരത്തിന്റെ ആശീർവാദത്തിനും ആശംസകൾക്കും അവര് പാത്രമാണെന്ന് ബാബ പറയാണ്. അവര് പാത്രമാണ്, അങ്ങനെയുള്ള കുട്ടികളാണ് അവര്, അല്ലേ? അപ്പൊ ബാബ പറയാണ്, അങ്ങനെ ബാബയുടെ നിയമങ്ങളെ പാലിക്കുകയും കൃത്യമായിട്ട് ചാർട്ട് വെക്കുകയും അങ്ങനെ ആ കുട്ടികള് ബാപ്ദാദയുടെയും പരിവാരത്തിന്റെയും ആശംസകൾക്ക് പാത്രമാവുകയും ചെയ്തു. ലേക്കിൻ ഇനാം ലേനയ്ക്ക് യോഗ്യ സർവ്വയ്ക്ക് സന്തുഷ്ടതാക്കി ബദായ ലേനെ വാല പാത്ര. പക്ഷെ പ്രൈസ് മേടിക്കാൻ യോഗ്യരായിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെ, സർവരുടെയും ആ സന്തുഷ്ടതയുടെ ആശംസകൾക്ക് പാത്രമാകുന്നവരാണ്. സർവരുടെയും സന്തുഷ്ടത, സർവരും നമ്മൾ സന്തുഷ്ടരായിരിക്കണം. ആ സർവരുടെയും സന്തുഷ്ടതയുടെ ആശംസകൾക്ക് പാത്രമായി തീരുന്ന കുട്ടികളാണ് ശരിക്കും ബാബയുടെ പ്രൈസ് മേടിക്കുന്നത്. യഥാർത്ഥ തപസ്യക്ക് നിശാനി ഹേ കർമ്മ സംബന്ധ സംസ്കാർ തീനോമേ നവീനതാക്കി വിശേഷത സ്വയം ഭി അനുഭവം, അല്ലെ, ഓരോ ഭി അനുഭവം. അപ്പൊ യഥാർത്ഥ തപസ്യയുടെ അടയാളം എന്താണ്? ബാബ പറയാണ്, യഥാർത്ഥ തപസ്യയുടെ അടയാളം കർമ്മം, സംബന്ധം, സംസ്കാരം മൂന്നിനും നവീനതയുടെ വിശേഷത സ്വയത്തിലും അനുഭവപ്പെടണം, മറ്റുള്ളവർക്കും അനുഭവമാകണം. യഥാർത്ഥ തപസ്യയുടെ അടയാളം നമ്മുടെ കർമ്മത്തിലും നവീനത ഉണ്ടാവണം, സംബന്ധങ്ങളിലും നവീനത വേണം, സംസ്കാരത്തിലും നവീനതയുടെ വിശേഷത വേണം, സ്വയം അനുഭവമാകണം, മറ്റുള്ളവർക്കും അനുഭവമാകണം. യഥാർത്ഥ ചാർട്ട് കാ അർത്ഥ ഹേ ഹർ സബ്ജക്റ്റ് മേ പ്രകൃതി അനുഭവം. യഥാർത്ഥ ചാർട്ടിന്റെ അർത്ഥം ഇതാണ്, അല്ലെ, ഓരോ വിഷയത്തിലും എന്തനുഭവപ്പെടണം? ഓരോ വിഷയത്തിലും, അല്ലെ, മാറ്റത്തിന്റെ അനുഭവം ഉണ്ടാകണം. ഓരോ വിഷയത്തിലും, അല്ലെ, നമ്മളിലെ പരിവർത്തനത്തിന്റെ അനുഭവം ഉണ്ടാകും. പരിസ്ഥിതിയ വ്യക്തി ദ്വാര പ്രകൃതി ദ്വാര മായ ദ്വാര അന ബ്രാഹ്മൺ ജീവൻ മേ അനഹി, അല്ലെ, പരിസ്ഥിതികൾ വരിക, വ്യക്തികളിലൂടെ പരീക്ഷണങ്ങൾ വരിക, പ്രകൃതിയിലൂടെ പരീക്ഷണങ്ങൾ വരിക, മായയിലൂടെ പരീക്ഷണങ്ങൾ വരിക, ഇതൊക്കെ ബ്രാഹ്മണ ജീവിതത്തിൽ വരും. ബ്രാഹ്മണ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരിക തന്നെ ചെയ്യും, അല്ലേ? ലേക്കിൻ स्वस्थिति की शक्ति ने परिस्थिति का प्रभाव को ऐसा समाप्त किया जैसे एक मनोरंजन का सीन सामने आई की आई. പക്ഷേ, അല്ലെ, അപ്പൊ നമ്മുടെ മുന്നിൽ എങ്ങനെയൊക്കെ പരീക്ഷണം വരും? ഈ പരീക്ഷണങ്ങളൊക്കെ എന്താണ്? നമ്മുടെ കണക്കുകളാണ്, അല്ലെ? നമ്മൾ തന്നെ വരുത്തി വെച്ച കണക്കുകളാണ് നമ്മുടെ മുന്നിൽ പരീക്ഷണങ്ങളുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതെങ്ങനെ വരും? അല്ലെ, പരിസ്ഥിതികളായിട്ട് വരും, സിറ്റുവേഷൻസ് ആയിട്ട് വരും, വ്യക്തികളിലൂടെ വരും, പ്രകൃതിയിലൂടെ വരും, മായയിലൂടെ വരും. മായയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ പരീക്ഷണം വരാതിരിക്കുമോ? ഇത് ഉള്ളിൽ നിന്ന് മൊത്തം കളഞ്ഞിട്ടില്ലെങ്കിൽ പരീക്ഷണം വരത്തില്ലേ? പരീക്ഷണം വരും, അല്ലേ? അപ്പൊ പരീക്ഷണങ്ങളെല്ലാം വരും. പക്ഷെ സ്വസ്ഥിതിയുടെ ശക്തിയിലൂടെ പരിസ്ഥിതികളുടെ പ്രഭാവത്തെ സമാപ്തമാക്കും. സ്വസ്ഥിതിയുടെ, അല്ലെ, എത്രത്തോളം നമ്മൾ മാസ്റ്റർ സർവശക്തിവാനാണ്, വിഘ്ന വിനാശകൻ, എത്രത്തോളം സർവശക്തികളെ നമ്മൾ നമ്മളിലേക്ക് നിറച്ചിട്ടുണ്ട്, ആവാഹിച്ചിട്ടുണ്ട് ബാബയിൽ നിന്ന്, അല്ലേ? എത്രത്തോളം നമ്മൾ സർവശക്തികൾ നേടിയിട്ടുണ്ടോ, അല്ലെ, സ്വസ്ഥിതിയുടെ ശക്തിയിലൂടെ പരിസ്ഥിതികളുടെ പ്രഭാവത്തെ നമുക്ക് സമാപ്തമാക്കാൻ കഴിയും. അപ്പൊ പിന്നെ നമുക്ക് എന്താ തോന്നുക? ഏത് പരീക്ഷണം വന്നാലും എന്താ തോന്നുക? ഓനോട്ടമായി പന്ത് കളിക്കുമ്പോ എങ്ങനെയുണ്ടാവും? പന്തിന്റെ പുറകെ നമ്മൾ ഓടും. എന്താണ്? നമുക്ക് തട്ടണം, അല്ലേ? പന്ത് ആരെങ്കിലും തട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അവര് എവിടേക്കാണോ തട്ടിയത് ആ ദിശയിലേക്ക് നമ്മൾ ഓടുകയാണ്. എന്തിനാണ്? തിരിച്ചാഞ്ഞടിക്കാൻ വേണ്ടി, അല്ലേ? കാരണം പന്ത് കളി പോലെ. അപ്പൊ എന്താണ്? പന്ത് കളിക്കാണ്, ബാഡ്മിന്റൺ ആണ്, അല്ലേ? കളിയിൽ നമ്മൾ എന്താ കേൾക്കുക? ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നത് നമ്മള് ക്രിക്കറ്റ് മാച്ച് ഒക്കെ കാണില്ലേ? അപ്പൊ പന്ത് കളിയുടെയും ക്രിക്കറ്റ് മാച്ച് ഒക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മൾ എന്താ കേൾക്കുക? അതിന്റെ കൂടെ, അതിന്റെ കൂട്ടത്തിൽ ആരവം കേൾക്കുക, ആരവം. എന്താണ് കാരണം? എന്താ വെച്ചാല് കളിക്കുന്നത് ഒരു ലഹരിയാണ്. അതുകൊണ്ടാണ് ആ ലഹരിയിൽ അവര് കളിക്കുന്നത്, അതുകൊണ്ടാണ് ആ ആരവം. അപ്പൊ ബാബ പറയാണ്, അതേപോലെ നമ്മുടെ മുന്നിൽ വരുന്ന പരിതസ്ഥിതികളും പ്രതിസന്ധികളും എല്ലാം നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്, അല്ലെ? ഒരു പന്ത് കളി പോലെ, അല്ലെ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എൻജോയ് ചെയ്യണം. ബാബ പറയാണ്, ഇവിടെ കുട്ടികള് എൻജോയ് ചെയ്യണം, അല്ലെ? അതെല്ലാം നമ്മുടെ എന്താണ്? നേരം പോക്കിന്റെ, എൻജോയ്മെന്റിന്റെ,
ആ ദൃശ്യങ്ങളായിട്ട് മുന്നിൽ വരണം. സങ്കല്പേ പരിസ്ഥിതിക്ക് ആകെ ഹൽച്ചലിക്ക് അനുഭൂതിനാക്കും. സങ്കല്പത്തിൽ പോലും നമ്മുടെ മുന്നിൽ പരിസ്ഥിതികൾ വന്നാൽ, പരീക്ഷണങ്ങൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ സങ്കല്പത്തിൽ പോലും നമ്മുടെ മനസ്സിന്റെ ഉലച്ചിലുണ്ടാവാൻ പാടില്ല. മനസ്സിലെ സങ്കല്പത്തിൽ പോലും ഉലച്ചിലുകൾ വരരുത് അല്ലെ. പരീക്ഷണങ്ങൾ വരുമ്പോ നമുക്ക് ആശങ്കയുണ്ടോ? ഇനി എന്ത്? ഒരു ആശങ്കയുടെ ആവശ്യമില്ല അല്ലെ. എല്ലാ പരീക്ഷണങ്ങളെയും നമ്മള് അല്ലെ പന്തുകളി പോലെ കാണും. കാരണം എന്താണ്? ഈ പരീക്ഷണങ്ങളെല്ലാം വാസ്തവത്തിൽ എന്താണ് അല്ലെ, പേപ്പർ കൊണ്ട് അതിഭീമാകാരനായ അതിഭയങ്കരനായ ഒരു പുലിയെ ഉണ്ടാക്കി വെച്ച് ആ പുലി ഇങ്ങനെ അല്ലെ ഒരു ഗർജനം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്താൽ മതി. പുലി ഇങ്ങനെ വായും പിളർന്ന് നിൽക്കുന്ന ഒരു പേപ്പർ പുലിയെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നില്ലേ? അത്രേ ഉള്ളൂ ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, പരിസ്ഥിതികൾ എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നത് വെറും കടലാസ് പുലിയാ. നമ്മൾ ഇതിനെ കണ്ട് പേടിക്കുക, അതിലൊരു കാര്യമില്ല. വെറുതെ നമ്മൾ പേടിക്കുക. കടലാസ് പുലിയാന്ന് അറിയാണ്ടാണ് പേടിക്കുന്നത്. ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് പേടിക്കുക. പക്ഷെ ഇത് ഒറിജിനൽ അല്ല, എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കടലാസ് പുലിയാണ്. അപ്പോ ബാബ പറയാണ് അതുകൊണ്ട് എന്താണ് സ്വസ്ഥിതിയുടെ ശക്തി. മാസ്റ്റർ സർവശക്തിമാനായിട്ടുള്ള കുട്ടികള് സ്വസ്ഥിതിയുടെ ശക്തിയിലൂടെ പരിസ്ഥിതികളുടെ പ്രഭാവത്തെ സമാപ്തമാക്കണം. അപ്പൊ ഓരോ ദൃശ്യവും നമ്മുടെ മുന്നിൽ വരുന്ന നാടകത്തിന്റെ ഓരോരോ രംഗങ്ങളും എങ്ങനെയുള്ളതാണ്? ആ ഓരോരോ രംഗങ്ങളും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്. അടുത്ത സങ്കല്പത്തിൽ പോലും ഉറച്ചു വരരുത്. യാദക്കി യാത്ര സഹജീവികോ ശക്തിശാലി. ഓർമ്മയുടെ യാത്ര ശക്തിശാലിയായിരിക്കണം, സഹജമായിരിക്കണം. ഓർമ്മയുടെ യാത്ര സഹജമായിരിക്കണം, ശക്തിശാലിയായിരിക്കണം. പവർഫുൾ യാത് ഏക സമയം पर ഡബിൾ അനുഭവം कराती है. അതുകൊണ്ട് പവർഫുൾ ആയിട്ടുള്ള ഓർമ്മ ഒരേ സമയത്ത് ഡബിൾ അനുഭവം ചെയ്യിപ്പിക്കും. അപ്പൊ എത്രത്തോളം നമ്മള് അല്ലെ ഒരേ പവർഫുൾ ആയിട്ടുള്ള ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഓർമ്മയാകുന്ന യാത്ര നമുക്ക് സഹജമായിരിക്കണം, ശക്തിശാലിയായിരിക്കണം അല്ലെ. ഏത് പരീക്ഷണങ്ങൾ വന്നാലും അതിനെ പന്തുകളി പോലെ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ശക്തിശാലിയായിരിക്കണം അല്ലെ. എങ്കിലേ നമുക്ക് അത് ആ ക്രിക്കറ്റ് മാച്ച് പോലെ പന്തുകളി പോലെ ആസ്വദിക്കാൻ പറ്റൂ. അപ്പൊ ബാബ പറയാൻ അതിന് നമുക്ക് ഓർമ്മയാകുന്ന യാത്ര സഹജമായിരിക്കണം, ഓർമ്മയാകുന്ന യാത്ര ശക്തിശാലിയായിരിക്കണം അല്ലെ. പവർഫുൾ ആയിട്ടുള്ള ഓർമ്മ ഒരേ സമയത്ത് ഡബിൾ അനുഭവം ചെയ്യും. നമ്മൾ ഏകാഗ്രമായിട്ട് പവർഫുൾ ആയിട്ട് മുഴുവൻ ഹൃദയം കൊടുത്ത് ബാബയെ ഓർമ്മിക്കുമ്പോൾ ആ പവർഫുൾ ആയ ഓർമ്മ ഒരേ സമയത്ത് ഡബിൾ അനുഭവം ചെയ്യും. ഏക് തരഫ് യാദ് അഗ്നിബൻ വസ്തുകരണൊക്കെ കാണിക്കും. ഒരു ഭാഗത്ത് ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും ബാബയിൽ നമ്മുടെ മനോബുദ്ധികളെ ഏകാഗ്രമാക്കുമ്പോൾ അത് അഗ്നിയായി പ്രവർത്തിക്കും അല്ലെ. ഒരു ഭാഗത്ത് ഓർമ്മ എന്താണ്? ഫുൾ കോൺസെൻട്രേഷനിൽ ഇരിക്കുമ്പോൾ ഓർമ്മ അഗ്നിയാണ്. അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ ഓർമ്മ അഗ്നിയുടെ ജോലി ചെയ്യും, ഭസ്മമാക്കും. എന്തൊക്കെ ഭസ്മമാക്കുക? ഓർമ്മ അഗ്നിയായിട്ട് എന്തൊക്കെ ഭസ്മമാക്കും? എനിക്ക് കേൾക്കണ്ടേ? ബാബയ്ക്ക് കേൾക്കണം. വികർമ്മങ്ങളും വികാരങ്ങളും ഭസ്മമാക്കും. പാപകർമ്മങ്ങളും ഭസ്മമാക്കും അല്ലെ, പഞ്ചവികാരങ്ങളെയും ഭസ്മമാക്കും. അപ്പൊ കർമ്മത്തിന്റെ കണക്കുകളെല്ലാം ഭസ്മമാക്കി ആക്കാണ് ആ പവർഫുൾ ആയിട്ടുള്ള ഓർമ്മ. तो परिवर्तन करने का काम करती है, दूसरे तरफ खुशी और हल्कापन का अनुभव कराती है. അല്ലെ, ശരിക്കും എന്താണ്? പരിവർത്തനത്തിന്റെ കാര്യമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പവർഫുൾ ആയിട്ടുള്ള ഓർമ്മ, ഏകാഗ്രമായിട്ടുള്ള ധ്യാനം. ബാബയെ നമ്മൾ അത്രയും ബാബയുടെ ഓർമ്മയിൽ നമ്മള് അല്ലെ ഈ ദേഹത്തിന്റെ ലോകം മറന്ന് ബാബയിൽ പൂർണ്ണമായും നമ്മുടെ മനോബുദ്ധികളെ ഏകാഗ്രമായി ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെ നമ്മൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ അല്ലെ അവിടെ ഈ വികർമ്മങ്ങളും വികാരങ്ങളും ഭസ്മമാകുന്നത് മാത്രമല്ല, പിന്നെന്താണ്? അത് നമ്മളിൽ ആന്തരിക പരിവർത്തനത്തിന്റെ കാര്യം ചെയ്യും. ദൂസരേ തരം ഖുഷിയോ ഹൽക്കാപ്പൻ കാ അനുഭവം കരാത്തി ഹൈ. മറുഭാഗത്ത് സന്തോഷത്തിന്റെയും ഭാരരാഹിത്യത്തിന്റെയും അനുഭവം ചെയ്യും. മറുഭാഗത്ത് എന്താണ്? സന്തോഷത്തിന്റെയും ഭാരരാഹിത്യത്തിന്റെയും അനുഭവം ചെയ്യിപ്പിക്കും. അപ്പൊ ഒരു ഭാഗത്ത് പരിവർത്തനത്തിന്റെ അനുഭവം അല്ലെ, പിന്നെ അടുത്ത എന്താണ്? സന്തോഷത്തിന്റെയും ഭാരരാഹിത്യത്തിന്റെയും അനുഭവം ചെയ്യും. അതാണ് തപസ്, ബാബയുടെ ഓർമ്മ. ऐसे വിധിപൂർവ്വം ശക്തിശാലി യാദ് को ही യഥാർത്ഥ യാദ് കഹാ ജാതാ ഹൈ. ഇങ്ങനെ വിധിപൂർവം ശക്തിശാലിയായിട്ടുള്ള ഓർമ്മ, വിധിപൂർവം ശക്തിശാലിയായിട്ടുള്ള ഓർമ്മയെയാണ് യഥാർത്ഥ ഓർമ്മ, യഥാർത്ഥ യോഗം. फिर भी बाप दादा बच्चों को
ഉമംഗ് ഓർ ലഗൻ കോ ദേഖ് ഖുഷ് ഹോത്തെ ഹൈ. എങ്കിലും കുട്ടികളുടെ ലഹരി കാണുമ്പോൾ, കുട്ടികളുടെ ഉത്സാഹം കാണുമ്പോൾ ബാബ വളരെയധികം സന്തോഷിക്കും. മെജോറിറ്റി കോ ലക്ഷ്യ ബഹുത് സ്മൃതി മേ രഹതാ ഹൈ. അല്ലെ, ബാബ പറയുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും തന്റെ ജീവിത ലക്ഷ്യം, ബാബ നൽകിയിരിക്കുന്ന ജീവിത ലക്ഷ്യം അവരുടെ സ്മൃതിയിൽ നന്നായിട്ടുണ്ട്. സ്മൃതിമേ അച്ഛ നമ്പർ ലിയേ ഹൈ തോ സ്മൃതി കെ സാത്ത് സമർത്ഥി. സ്മൃതിയുടെ കാര്യത്തിൽ കുട്ടികൾ മുൻനിരയിലാണ്, പക്ഷെ സ്മൃതിയോടൊപ്പം സമർത്ഥതയും വേണം. ബാബ പറയാണ്, സ്മൃതിയോടൊപ്പം നമ്മുടെ ലക്ഷ്യത്തിന്റെ സ്മൃതി വേണം, ബാബയുടെ സ്മൃതി വേണം. അല്ലെ, ലക്ഷ്യത്തിന്റെ സ്മൃതി ഉണ്ടെങ്കിൽ നമ്മൾ ശക്തിശാലിയാണ്. ബാബയുടെ സ്മൃതിയെ നമ്മൾ ശക്തിശാലിയാക്കി മാറ്റും. അതുകൊണ്ട് എന്താണ്, സ്മൃതിയോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം? സമർത്ഥത വേണം. സമർത്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ പവർഫുൾ ആയി. ആ സമർത്ഥതയിലാണ് നമ്പർ 1. സ്മൃതി ഓർ സമർത്ഥി ദോനോ സാസാത്തിലാണ്. സ്മൃതിയും സമർത്ഥതയും ശക്തിശാലി സ്ഥിതിയും ഒപ്പം ഉണ്ടായിരിക്കും. ഇസ്കോ കഹത്തെ ഹൈ നമ്പർ 1 പ്രൈസ് കെ യോഗ്യ. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് വിളിക്കാം? നമ്പർ 1 സമ്മാനത്തിന് യോഗ്യരായിരിക്കുന്ന കുട്ടികൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോ ഒന്ന്, നമ്മൾ സ്മൃതി സ്വരൂപരായിരിക്കണം, ജീവിത ലക്ഷ്യത്തിന്റെ സ്മൃതി ഉണ്ടായിരിക്കണം, അല്ലെ, സ്മൃതി സ്വരൂപരായിരിക്കണം. അങ്ങനെ നമ്മൾ എത്രത്തോളം സ്മൃതി സ്വരൂപരായിരിക്കുന്ന കുട്ടികളാണോ അത്രത്തോളം നമ്മൾ സമർത്ഥരായിരിക്കുന്ന, സമർത്ഥ സ്വരൂപരായിരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ സമർത്ഥരായിട്ട് ശക്തിശാലിയായിട്ട് മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്പർ 1 പ്രൈസിന് നമ്മൾ യോഗ്യരായിട്ട് മാറും, നമ്പർ 1 ഗിഫ്റ്റിന് യോഗ്യരായിട്ട് മാറും. സ്മൃതി സദാഹോ സമൃദ്ധി കബി കബി പെർസെന്റേജ് മേ തേനാ. സ്മൃതി നമുക്ക് എപ്പോഴും ഉണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും ശക്തിശാലിയല്ല, എപ്പോഴും സമർത്ഥരല്ല. എങ്കില് എന്താവും? നമ്മുടെ സമർത്ഥ സ്ഥിതി പെർസെന്റേജിലായിരിക്കും. അല്ലേ? അപ്പോ നമ്മള് സ്മൃതി സദാ ഉണ്ട്, പക്ഷെ സമർത്ഥത, ശക്തിശാലി സ്ഥിതി ഇടയ്ക്കിടയ്ക്ക് ഉള്ളെങ്കിലോ, പെർസെന്റേജിലാണെങ്കിലോ ഇസ്കോ നമ്പർ 1 ലിസ്റ്റ് മേ കഹി. അപ്പൊ നമ്മൾ നമ്പർ 1 ആവില്ല, നമ്പർ 1 ലിസ്റ്റിലേക്ക് നമ്മൾ പോകും. ഏക്കറേറ്റ് ചാർട്ട് രഖ്നെ വാലോं की नामों की माला बने. ആരാണോ തന്റെ കൃത്യമായിട്ടുള്ള പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് വെക്കുന്ന കുട്ടികൾ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്റെ കൃത്യമായ പുരുഷാർത്ഥത്തിന്റെ ചാർട്ട് കീപ്പ് ചെയ്യുന്ന കുട്ടികൾ ആരാണ്, അവരുടെ മാലയാണ് തയ്യാറാകുന്നത്. അബീബി ബഹുത് നഹി തോടാ സമയത്തോ രഹാ ഹൈ. ഇസ് തോടെ സമയമേ भी विधिपूर्वक पुरुषार्थ की वृद्धि कर अपने मन बुद्धि कर्म और संबंध को सदा अचल अटूट बनाया. ബാബ പറയാണ്, ഇനി വളരെ സമയമൊന്നുമില്ല, ഇനി ആ കുറച്ച് സമയം ബാക്കിയുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ വിധിപൂർവ്വം പുരുഷാർത്ഥം ചെയ്ത് തന്റെ ആത്മ ഉന്നതി ഉണ്ടാക്കിയ മനോബുദ്ധി സംസ്കാരങ്ങളും സംബന്ധ സമ്പർക്കങ്ങളിലും നമ്മൾ സദാ അചഞ്ചലരായിട്ട് മാറണം, അല്ലെ, ദൃഢമായിട്ടുള്ള മനസ്സുള്ളവരായിട്ട് മാറണം, കുലുങ്ങാത്തവരായിട്ട് മാറണം. അപ്പൊ ബാബ പറയാണ്, വിധിപൂർവ്വം പുരുഷാർത്ഥം ചെയ്ത് വൃത്തിയെ പ്രാപ്തമാക്കി തന്റെ മനോബുദ്ധി കർമ്മങ്ങളിലൂടെ സമ്പർക്കത്തിലൂടെ നമ്മൾ ആരാകണം? സദാ അചഞ്ചലരാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ടോ? इस थोड़े समय में अचल अटूट स्त्री का पुरुषार्थ आगे चलकर बहुत काम में आएगा. ബാബ പറയണ ഈ കുറച്ച്, അല്ലെ, സമയത്തിനുള്ളിൽ, ഇന്ന് നമുക്ക് അവശേഷിക്കുന്ന കുറച്ച് സമയമാണ്. അപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ അചഞ്ചലമായ, കുലുങ്ങാത്ത, ദൃഢമായ മനസ്സിന്റെ സ്ഥിതി, അത് അല്ലെ നമ്മുടെ പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് വളരെയധികം പ്രയോജനപ്രദമായി. സഫലത की खुशी स्वयं भी അനുഭവം करेंगे. അപ്പോ സഫലതയുടെ സന്തോഷം സ്വയത്തിന് അനുഭവം ചെയ്യാൻ പറ്റും. ഓരോ ദ്വാരാബി സന്തുഷ്ടതാക്കി ദുബായി പ്രാപ്തർക്കരേ. മറ്റുള്ളവരിൽ നിന്ന് സന്തുഷ്ടതയുടെ ആശീർവാദം നമ്മൾ പ്രാപ്തമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോ സന്തുഷ്ടതയുടെ, അല്ലെ, ആ സന്തോഷം അഥവാ സഫലത സ്വയം അനുഭവം ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ളവരുടെയും സന്തുഷ്ടതയുടെ ആ ആശീർവാദങ്ങൾ നമുക്ക് പ്രാപ്തമായിക്കൊണ്ടേയിരിക്കും. इसलिए ऐसा नहीं कि समझना समय बीत गया लेकिन अभी भी वर्तमान और भविष्य श्रेष्ठ बना सकते. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്താണ്? സമയം കഴിഞ്ഞു, അല്ലെ, സമയം കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെന്താണ്? കുട്ടികളെ, ഇപ്പൊ ബാക്കിയുള്ള കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർത്തമാനവും നിങ്ങളുടെ ഭാവിയും ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മള്? അല്ലെ, അങ്ങനെ നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം, അല്ലെ, ബാബയിൽ നിന്ന് ശക്തികൾ നിറയ്ക്കണം, അങ്ങനെ പുരുഷാർത്ഥം ചെയ്യണം. അതായത് നമ്മള്
അല്ലെ സങ്കല്പത്തിൽ പോലും ഉലച്ചിൽ വരാത്തവരാകണം, അത്ര അചഞ്ചലമാകണം, അത്ര ദൃഢമായ മനസ്സുള്ളവരായിരിക്കണം, അത്രയും കുലുങ്ങാത്തവരായിരിക്കണം. ആ സ്ഥിതി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അത് സ്വയം അനുഭവം ചെയ്യണം, മറ്റുള്ളവർക്കും ആ അനുഭവം നൽകണം. മറ്റുള്ളവരിലൂടെയും സന്തുഷ്ടതയുടെ ആ ആശീർവാദം പ്രാപ്തമാക്കിക്കൊണ്ടേയിരിക്കണം. अभी भी विशेष स्मृति मास എക്സ്ട്രാ വരദാൻ പ്രാപ്ത് കർണേക്ക മാസം. ബാബ പറഞ്ഞു ജനുവരി എന്ന് പറയുന്നത് എന്താണ്? സ്മൃതി മാസമാണ്, എക്സ്ട്രാ വരദാനം പ്രാപ്തമാക്കുന്ന മാസമാണ്. ജैसे तपस्या वर्ष का चांस मिला तो ऐसे स्मृति मास की भी विशेष चांस है. ബാബ പറയാണ് അല്ലെ തപസ്യ വർഷത്തിന് അവസരമുണ്ട് അല്ലെ, അതേപോലെ സ്മൃതി മാസത്തിന്റെയും വിശേഷ ചാൻസ് കുട്ടികൾക്ക് ലഭിക്കുകയാണ്. അപ്പൊ തപസ്യ വർഷത്തിന് ചാൻസ് ഉണ്ട് അല്ലെ. തപസ്യ വർഷം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിൽ ഉയർത്താനുള്ള ചാൻസ് ആണ്. അപ്പൊ അതേപോലെ സ്മൃതി മാസത്തിന് വിശേഷ അവസരം കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. इस मास के 30 दिन अगर सहज स्वतः ही शक्तिशाली विजयी आत्मा का अनुभव किया तो ये भी सदा के लिए नेचुरल नेचर बनाने की गिफ्ट प्राप्त कर सकते. ബാബ പറയാണ് ഈ ജനുവരി മാസം 30 ദിവസം നിങ്ങള് സഹജമായി സ്വതവേ ശക്തിശാലി വിജയി ആത്മാവാണെന്ന് അനുഭവം ചെയ്യണം. എന്താ അനുഭവം ചെയ്യേണ്ടത്? സഹജമായി സദാ സ്വതവേ ശക്തിശാലി വിജയി ആത്മാവാണെന്ന് നമ്മൾ അനുഭവം ചെയ്യണം. അതേപോലെ തന്നെ സദാകാലത്തേക്കുള്ള നാച്ചുറൽ സംസ്കാരം നിർമ്മിച്ച് അല്ലെ ബാബയുടെ അടുക്കൽ നിന്ന് നമ്മൾ ഗിഫ്റ്റ് പ്രാപ്തമാക്കും. അപ്പൊ ഇവിടെ എന്താ വേണ്ടത് അല്ലെ? സദാകാലത്തേക്ക് ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ സംസ്കാരമാക്കി മാറ്റണം. നമ്മുടെ അചഞ്ചലമായ മനസ്സിന്റെ അവസ്ഥയും അല്ലെ നമ്മുടെ ഉയർന്ന യോഗത്തിന്റെ ചാർട്ട് അല്ലേ എല്ലാം എന്താണ് ബാബ എന്തെല്ലാം പറഞ്ഞു അതെല്ലാം എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തില് കൊണ്ടുവന്ന് നമ്മുടെ പുരുഷാർത്ഥത്തിൽ കൊണ്ടുവന്ന് ആ അചഞ്ചലമായ ദൃഢമായ കുടുങ്ങാത്ത അവസ്ഥ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയും. सफलता की खुशी स्वयं भी अनुभव करेंगे, औरों के द्वारा भी संतुष्टता की दुआएं प्राप्त करते रहे. കാരണം സഫലതയുടെ സന്തോഷം സ്വയത്തിൽ അനുഭവം ചെയ്യാൻ കഴിയും, അതേപോലെ മറ്റുള്ളവരിലൂടെ സന്തുഷ്ടതയുടെ ആശീർവാദങ്ങളും പ്രാപ്തമാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ നമ്മള് ആ അചഞ്ചലമായിട്ട് ദൃഢമായ കുടുങ്ങാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാലത്തെ ഗുണം എന്താണ് ബാബ പറയുന്നത്? സഫലതയുടെ സന്തോഷം സ്വയത്തിൽ അനുഭവം ചെയ്യാൻ സാധിക്കും, അതേപോലെ മറ്റുള്ളവരിലൂടെയും ആ സന്തുഷ്ടതയുടെ ആശീർവാദം നമുക്ക് നേടാൻ സാധിക്കും. സ്ത്രീയെ ഏസനയ്ക്ക് സംജനയ്ക്ക് സമീപിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് സമയം കഴിഞ്ഞു പോയി. ലേക്കിൻ അഭിബി വർത്തമാൻ ഒരു ഭവിഷ്യ ശ്രേഷ്ഠ ബനാസക്തി. അതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഈ വർത്തമാന സമയം ശ്രേഷ്ഠമാക്കാൻ പറ്റും, നമ്മുടെ ഭാവിയും നമ്മൾ കുട്ടികൾക്ക് ശ്രേഷ്ഠമാക്കാനായിട്ട് സാധിക്കും. അഭിബി വിശേഷ് സ്മൃതി മാസ് എക്സ്ട്രാ വരദാൻ പ്രാപ്ത് കർണേക്ക ചാൻസ്. അതുകൊണ്ട് ഈ സ്മൃതി മാസം ജനുവരി മാസം എക്സ്ട്രാ വരദാനം പ്രാപ്തമാക്കാൻ കുട്ടികൾക്ക് അവസരമാണ്. ജैसे तपस्या वर्ष का चांस मिला तो ऐसे स्मृति का मास का भी विशेष चांस. തപസ്യ വർഷത്തിന്റെ അവസരം കുട്ടികൾക്ക് ലഭിച്ച പോലെ അല്ലെ ഈ സ്മൃതിയുടെ മാസം ബ്രഹ്മബാബയുടെ സ്മൃതിയുടെ മാസം വിശേഷ അവസരമാണ്. इस चांस को 30 दिन भी अगर सहज और स्वतः ही शक्तिशाली विजयी आत्मा का अनुभव किया तो ये भी सदा के लिए नेचुरल संस्कार बनाने की गिफ्ट प्राप्त कर सकते. അപ്പൊ ബാബ പറഞ്ഞു ഈ 30 ദിവസം സഹജമായി സ്വതവേ ശക്തിശാലി വിജയി ആത്മാവാണ് എന്ന് നമ്മൾ അനുഭവം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സദാകാലത്തേക്ക് അത് നാച്ചുറൽ സംസ്കാരമാക്കി മാറ്റുവാനുള്ള ഗിഫ്റ്റ് നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും. അപ്പൊ ഈ ബാബ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം എന്താണ് എത്രത്തോളം നമ്മൾ ഈ 30 ദിവസം നമ്മൾ സഹജമായി ശക്തിശാലിയായി വിജയ ആത്മാവാണെന്ന് നമ്മൾ സ്വയത്തിന് അനുഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ബാബ പറയാണ് സദാകാലത്തേക്ക് അത് നാച്ചുറൽ സംസ്കാരമാക്കി മാറ്റാനുള്ള ഗിഫ്റ്റ് സ്വതവേ നമുക്ക് പ്രാപ്തമാകും. कुछ भी हो जाए चाहे कुछ भी आवे परिस्थिति बड़े से बड़ा पहाड़ भी आ जाए संस्कार टक्कर खाने में बदल भी जाए प्रकृति पेपर ले फिर अंग समान मनोबुद्धि जो भी भाव को हिलाने नहीं अचल रहे. ബാബ പറയാണ് കുട്ടികളെ പിന്നെ എന്ത് സംഭവിച്ചാൽ അല്ലേ എന്തും വരട്ടെ എന്ത് സംഭവിക്കട്ടെ പരിസ്ഥിതിയാകുന്ന അല്ലെ പരിസ്ഥിതികളെ വലിയ വലിയ പർവ്വതത്തിന് സമാനമായിട്ട് വരട്ടെ അല്ലെ സംസ്കാരങ്ങളുടെ ഉരസലുകൾ ഉണ്ടാകട്ടെ
പ്രകൃതിയുടെ ടെസ്റ്റ് പേപ്പർ വരട്ടെ. നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ എങ്ങനെയായിരിക്കണം പറഞ്ഞത്? അംഗത്തിന് സമാനം നമ്മുടെ മനോബുദ്ധികള് അല്ലെ? അംഗത്തിന്റെ കാല് ആർക്കും ഇളക്കാൻ പറ്റില്ല. അതേപോലെ അംഗത്തിന് സമാനം നമ്മുടെ മനോബുദ്ധികളെ ഇളക്കാൻ കഴിയും. അചഞ്ചലരായിരിക്കണം. നമ്മുടെ മനോബുദ്ധികളെ ഇളക്കാൻ സാധിക്കരുത്. അത്രയും നമ്മൾ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അല്ലെ ബാബ പറയുന്നത് എന്താണ്? നമ്മൾ അഭ്യസിച്ച് എന്താണ് ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ ആരാകണമെന്ന് പറഞ്ഞു ബാബ? ഒരു മാസം കൊണ്ട് ആരാകണമെന്ന് പറഞ്ഞു അല്ലെ? അത്രയ്ക്ക് അചഞ്ചലമായ മനോബുദ്ധികളുടെ ഉടമയായിട്ട് മാറാൻ ബാബ പറഞ്ഞു അല്ലെ? ആ 30 ദിവസം കൊണ്ട്. तो बीती अगर कोई हलचल भी हुई तो उसको संकल्प में भी स्मृति में भी नहीं लाना. ഇനി പോട്ടെ, നമ്മുടെ കഴിഞ്ഞ കാലത്തില് ഭൂതകാലത്തില് അല്ലെ നമ്മുടെ മുന്നിൽ പരിതസ്ഥിതികൾ വന്നപ്പോ പ്രശ്നങ്ങൾ വന്നപ്പോ നമുക്ക് എന്തെങ്കിലും മാനസിക ഉലച്ചിലുണ്ടായെന്നിരിക്കട്ടെ. ബാബ പറയാണ് ആ നമ്മുടെ മനസ്സിന്റെ ഉലച്ചിലുണ്ടായി, അചഞ്ചലമായിരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കില് ബാബ പറയാണ് അതൊന്നും സ്മൃതിയിലേക്ക് കൊണ്ടുവരണ്ട. കഴിഞ്ഞു പോയതൊന്നും സ്മൃതിയിലേക്ക് കൊണ്ടുവരണ്ട അല്ലെ? അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടണം. കഴിഞ്ഞു പോയത് സ്മൃതിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ അചഞ്ചലമായിരിക്കാൻ പറ്റുമോ? ഇപ്പൊ അചഞ്ചലമായ സ്ഥിതിയിൽ ശക്തിശാലി സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുമോ? ഫുൾ സ്റ്റോപ്പ്. വർത്തമാനക്കോ ബാബ് സമാൻ ശ്രേഷ്ഠ സഹജ ബനാന അല്ലെ? വർത്തമാന സമയവും നമ്മൾ ബാബയ്ക്ക് സമാനമാകണം, ശ്രേഷ്ഠരാകണം അല്ലെ? ബാബയ്ക്ക് സമാനം ശ്രേഷ്ഠരായിട്ട് സഹജമായി മാറും. तो भविष्य सदा सफलता के अधिकार से देखना. ഭാവിയെ നമ്മൾ സദാ സഫലതയുടെ അധികാരമായിട്ട് കാണും. ഭാവി എന്താണ്? നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് അതിനെ സഫലതയുടെ അധികാരമായിട്ട് കാണും. ഫുൾ സ്റ്റോപ്പ് ലഗാന. എന്ത് കഴിഞ്ഞു പോയോ അതിന് ഫുൾ സ്റ്റോപ്പ്. വർത്തമാൻ കോ ബാബ് സമാൻ ശ്രേഷ്ഠ സഹജ ബനാനായി. വർത്തമാന സമയവും ബാബയ്ക്ക് സമാനം ശ്രേഷ്ഠവും സഹജവുമാക്കി മാറ്റണം. ഭാവിയും സദാ സഫലതയുടെ അധികാരത്തോടു കൂടി നോക്കിക്കാണാം. അപ്പൊ ബാബ പറയാണ് ഭാവി അതാണ് ബാബ. बीती में अगर कोई हलचल भी हुई तो उसका संकल्प में स्मृति में नहीं लाना है, फुल സ്റ്റോപ്പ് लगाना है. ഇത് കഴിഞ്ഞു പോയോ? കഴിഞ്ഞു പോയ പല കാര്യങ്ങളും മാനസിക ഉലച്ചിലുകൾ നമുക്ക് ഉണ്ടാക്കിയതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും സ്മൃതിയിലേക്ക് കൊണ്ടുവന്ന മാനസിക ഉലച്ചിലുണ്ടാവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ബാബ എന്ത് പറഞ്ഞു? ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് ഓർക്കേ വേണ്ട അല്ലെ? ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറഞ്ഞു. അപ്പൊ വർത്തമാന സമയം നമ്മൾ എന്ത് ചെയ്യണം? ബാബയ്ക്ക് സമാനം നമ്മളെ ശ്രേഷ്ഠരാക്കി, സഹജമായി ശ്രേഷ്ഠരാക്കി മാറ്റണം. ഇനി ഭാവി എന്താണ്? ഭാവി സദാ സഫലതയുടെ അധികാരത്തോടുകൂടി നോക്കിക്കാണണം. സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. ആ സഫലതയുടെ അധികാരത്തോടുകൂടി ഭാവിയെ നോക്കിക്കാണണം. സിദ്ധി പ്രാപ്തി കർണായി. അങ്ങനെ ഭൂതകാലത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വർത്തമാനത്തില് അല്ലെ ബാബയ്ക്ക് സമാനം ശ്രേഷ്ഠരാകണം എന്നുള്ള ആ ലക്ഷ്യം വെച്ച് ഭാവിയെ എങ്ങനെ കാണണം? സഫലതയുടെ ജന്മസിദ്ധ അധികാരത്തോടു കൂടി നോക്കിക്കാണണം. ഈ വിധിയിലൂടെയാണ് നമ്മൾ സിദ്ധിയെ പ്രാപ്തമാക്കേണ്ടത്. കലിസന്നെങ്കിൽ നാളെ മുതലല്ല നമ്മൾ ഈ വിധി ഉപയോഗിക്കേണ്ടത്. പിന്നെയോ നാളെയല്ല, ഇന്നും അല്ല, ഇപ്പോൾ മുതൽ നമ്മൾ ഇത് പ്രയോഗിക്കണം. സ്മൃതി മാസ്മേ തോടെ സമയക്കോ ബഹുത്ത് കാലക്ക സംസ്കാർ ബനാവും. ബാബ പറയാണ് ഇത് സ്മൃതി മാസമാണ്. ഈ സ്മൃതി മാസത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ കാലത്തെ സംസ്കാരം നിർവഹിക്കും. കുറച്ച് സമയം ഇപ്പൊ ബാക്കിയുള്ളൂ. ആ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ കാലത്തെ സംസ്കാരം നിർമ്മിക്കും. വിശേഷ വരദാൻ വിധിപൂർവ്വം പ്രാപ്തത. അതുകൊണ്ട് ബാബയുടെ അടുക്കൽ നിന്ന് വിശേഷ വരദാനം വിധിപൂർവ്വം പ്രാപ്തമാക്കും. ദാൻ കാ അർത്ഥ് യേ നഹീ ഹൈ കി അൽബേലെ ബൻ. വരദാൻ കാ അർത്ഥ് യേ നഹീ ഹൈ അൽബേലെ ബൻ. അപ്പൊ ബാബ ഇവിടെ എന്താണ്? വരദാനങ്ങൾ നൽകുന്നുണ്ട് അല്ലെ? ദിവസവും നമുക്ക് ബാബ വരദാനങ്ങൾ നൽകുകയാണ്. അല്ലെ? ബാബയുടെ മുരളി തന്നെ നമുക്ക് വരദാനമാണ്. ബാബയുടെ ഓരോ ജ്ഞാനത്തിന്റെ പോയിന്റുകളും നമുക്ക് വരദാനമാണ്. പക്ഷെ ബാബ പറയാണ് കുട്ടികളെ, ഇവിടെ വരദാനത്തിനെ വിധിപൂർവ്വം പ്രാപ്തമാക്കണം. ബാബ നൽകുന്ന വരദാനങ്ങളെ വിധിപൂർവ്വം പ്രാപ്തമാക്കണം. വിധിപൂർവ്വം സ്വയത്തിൽ ആർജിക്കണം അല്ലെ? വരദാനത്തിന്റെ അർത്ഥം അലസരായി ഇരിക്കൂ, വരം കിട്ടിയല്ലോ, ഇനി നമുക്ക് ഒന്നും ചെയ്യണ്ടല്ലോ അല്ലേ? അതല്ലേ വരത്തിന്റെ അർത്ഥം. വരദാനത്തിന്റെ അർത്ഥം അലസരായിരിക്കുക എന്നുള്ളതല്ലേ? അൽബേല നഹി ബന്നാഹി ലേക്കിൻ സഹജ പുരുഷാർത്ഥി ബന്നാഹി. നമ്മൾ അലസരാകരുത്, നമ്മൾ സഹജ പുരുഷാർത്ഥിയാകണം. പിന്നെ ബാബ പറഞ്ഞു കുമാരികളുടെ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്
അല്ലെ കുമാരികൾക്ക് മുന്നിൽ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സദാ നിങ്ങൾ മുൻനിരയിൽ, പുരുഷാർത്ഥത്തിൽ നിങ്ങൾ മുൻനിരയിൽ തന്നെ ആയിരിക്കണം. അല്ലെ നിങ്ങൾക്ക് എങ്ങനെ ബാബയുടെ മുന്നിൽ മുന്നിൽ ഇരിക്കാനുള്ള അവസരം ലഭിച്ചു? അപ്പൊ ബാബ പറഞ്ഞു അല്ലെ 7 ദിവസത്തെ ആ പട്ടിയില് നിങ്ങൾ പക്വമായ ഫലമായിട്ട് വേണം പുറത്തു വരാൻ. മധുവനിൽ ചെന്നു അവിടെ പട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ് അല്ലെ പക്വമായ ഫലമായിട്ട് പുറത്തു വരണം. ഒരിക്കലും എന്താണ് പച്ചയായിട്ട് പാകമാകാതെ, ചിലത് പാകമാകാതെ തന്നെ എന്ത് ചെയ്യും, വിളയാതെ തന്നെ താഴെ വീഴില്ലേ, അങ്ങനെ ആവരുത്. ഈ പഠിപ്പില് പൂർണ്ണമായിട്ടും ഇപ്പൊ ബാബ ചോദിച്ചു ഈ പഠിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പഠിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ സെന്ററിലേക്ക് പോകുമോ അതോ വീട്ടിലേക്ക് പോകും എന്ന് കന്യകമാരോട് ചോദിച്ചു. അഗർ മാ ബാപ് കഹേ ജാവോ തോ ക്യാ കരേഗി? അമ്മ അച്ഛനും പറയാണ് വീട്ടിലേക്ക് വാങ്ങണം, അപ്പൊ എന്ത് ചെയ്യും? तो अगर अपनी हिम्मत है तो कोई किसको रोक नहीं सकता. നമുക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛനെന്നില്ല ആർക്കും നമ്മളെ തടയാൻ സാധിക്കും. തോടെ തോടെ ആകർഷൺ होगा तो रोकने वाले रोकेंगे. അല്പമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ആകർഷണം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ തടഞ്ഞു വരും. തടയെന്ന് വിചാരിക്കുന്നവർ തടയും. നവവർഷം മനാനേക്കലി സഭി ബാക്കറാക്കി. പിന്നെ എല്ലാവരോടായിട്ട് പറഞ്ഞു ബാബ പുതിയ വർഷം ആഘോഷിക്കാൻ എല്ലാ കുട്ടികളും ഓടി വന്നിരിക്കുകയാണല്ലോ. നയ വർഷം മനാന ഹർ സമയക്കോ നയ ബനാൻ. അല്ലെ പുതിയ വർഷം ആഘോഷിക്കണം, ഓരോ സമയവും ഓരോ നിമിഷവും പുതിയതാക്കി മാറ്റണം. ഹർ സമയം അപ്പനെ റുഹാനി നവീനതോ ലാനാഹി. ഓരോ സമയത്തും നമ്മൾ നമ്മുടെ ആത്മീയ നവീനതയെ കൊണ്ടുവരണം. ഓരോ സമയവും നമ്മൾ പുതുമയേറിയതാക്കി മാറ്റണം, ആത്മീയ നവീനതയെ കൊണ്ടുവരണം. चारों ओर के सभी स्नेही और सहयोगी बच्चे आज के दिन के महत्व को जान विशेष दिल से या पत्रों से कार्डों द्वारा बाप दादा को याद कर रही. നാനാഭാഗത്തുള്ള എല്ലാ സ്നേഹിയും സഹയോഗിയായിട്ടുള്ള കുട്ടികള് ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വിശേഷിച്ചും ബാബയ്ക്ക് ഹൃദയത്തിൽ നിന്നും കത്തുകളിലൂടെയും കാർഡുകളിലൂടെയും ഒക്കെ വിശേഷ സ്മരണകള് അയച്ചിട്ടുണ്ട്. ബാപ് ദാദാ കെ പാസ് പോസ്റ്റ് കർണേ से पहले ही पहुंच जाता है. കുട്ടികള് ബാബയ്ക്ക് കാർഡും പോസ്റ്റും ഒക്കെ അയക്കും, ആശംസകളൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അല്ലെ കുട്ടികളുടെ സ്നേഹസ്മരണകളും കുട്ടികൾ അതില് എഴുതുന്നതിന് മുമ്പ് തന്നെ ബാബയുടെ അടുക്കിലേക്ക്, അതെല്ലാം കുട്ടികളുടെ ആ മനോഭാവം, കുട്ടികൾ എന്താണ് ബാബയോട് പറയുന്നത്, എങ്ങനെയാണ് ബാബയെ വിഷ് ചെയ്യുന്നത്, അതെല്ലാം ബാബയുടെ അടുക്കിലേക്ക് എത്തിച്ചേർന്നു. ലിഖ്നേക്ക് പേലേക്ക് പോകും കുട്ടികൾ എഴുതുന്നേക്കാളും മുമ്പ് തന്നെ എത്തിച്ചേരുകയാണ്. സങ്കല്പിക്കുക പോകുക, സങ്കല്പം ചെയ്ത മാത്രമേ ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. इसलिए कई बच्चों को सहयोगियों के कार्ड के पीछे पहुंचेगी. ബാബ പറയാണ് അതുകൊണ്ട് എന്താണ് കുട്ടികളുടെ സഹയോഗികളുടെ കാർഡ് പിന്നെയാണ് എത്തുന്നത്, നിങ്ങളുടെ സങ്കല്പങ്ങളും ഭാവനകളും ആദ്യമേ ബാബയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. तो बाप दादा पहले से ही सभी को नए युग के नए दिन की मुबारक दे रही. ബാപ് ദാദ ആദ്യം തന്നെ കുട്ടികൾക്ക് പുതിയ യുഗത്തിന്റെ പുതിയ ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ്. तो जैसे कोई विशेष प्रोग्राम होता है आजकल के लोग क्या करते हैं. അല്ലെ ബാബ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാബയും ആദ്യമേ തന്നെ കുട്ടികൾക്ക് പുതിയ യുഗത്തിന്റെ പുതിയ ദിവസത്തിന്റെ ആശംസകൾ നേരുകയാണ്. അപ്പൊ ബാബയുടെ വിശേഷ പ്രോഗ്രാമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ എന്താ ചെയ്യുക? ഇപ്പൊ വള്ളംകളി ഉണ്ട് എങ്കിൽ ആളുകൾ എന്താ ചെയ്യാ? തൃശ്ശൂരാണ്, ആളുകൾ എന്താ ചെയ്യാ? ടി വി തുറന്നു വെക്കും അല്ലേ? അപ്പൊ തന്നെ വീട്ടില് അന്ന് വിശേഷ ദിവസമാണെങ്കിൽ വീട്ടിലെ ടി വി തുറന്നു വെക്കും, കാരണം എല്ലാം കാണാതില്ലേ, അതുകൊണ്ട് ടി വി തുറന്നു വെക്കും. तो आप रूहानी बच्चे अपने बुद्धि का दूरदर्शन का स्विच ഓൺ करो. അതേപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ? നമ്മൾ കുട്ടികളെ നമ്മുടെ ബുദ്ധിയുടെ ദൂരദർശന്റെ സ്വിച്ച് ഓൺ ചെയ്തിരിക്കും. നമ്മുടെ ബുദ്ധിയുടെ ദൂരദർശന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടിരിക്കണം. बाप दादा चारों ओर मुबारक पात्र बच्चों को हर सेकंड की मुबारक की दुआएं रेस्पॉन्ड में दे रही. നാനാ ഭാഗത്തുള്ള കുട്ടികൾ എന്ന് വെച്ചാല് കുട്ടികൾ വീട്ടിലിരിക്കായിരിക്കും, ബാബയ്ക്ക് ന്യൂ ഇയർ ആശംസകളുടെ കാർഡൊക്കെ അയച്ചു, കത്തൊക്കെ അയച്ചു. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ അവരവരുടെ സ്ഥലത്തിരുന്നോ, പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബുദ്ധിയുടെ ദൂരദർശന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടിരിക്കും അല്ലെ? ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് ഇവിടെ ഇരുന്നാലും ബാബ വില കാണാൻ പറ്റുന്നത്, അപ്പൊ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ എന്താണ് ബാബ പറഞ്ഞു, ബാപ് ദാദ നാനാഭാഗത്തുമുള്ള കുട്ടികൾക്ക്
ആശംസകളുടെ പാത്രമായിരിക്കുന്ന കുട്ടികൾക്ക് ഓരോ സെക്കൻഡിന്റെയും ആശംസകള് ആശീർവാദത്തിന്റെ രൂപത്തിൽ ാണ് ബാബ നൽകുന്നത്. ബാബ റെസ്പോണ്ട് ചെയ്യുന്നത് കുട്ടികള് അയച്ച കത്തിനും കാർഡിനും വിഷസിനും ബാബ എന്താ റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ലെ കുട്ടികൾക്ക് അല്ലെ ബാബയുടെ ആശംസകൾക്ക് പാത്രമായിരിക്കുന്ന കുട്ടികൾക്ക് ഓരോ സെക്കൻഡിന്റെയും ആശംസകളും ആശീർവാദങ്ങളും ബാബ റെസ്പോണ്ട് ചെയ്യാണ്. ബാബ അത് നൽകിക്കൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഹർ സമയക്ക് യാദോർ പ്യാർ യഹി ദുആയേ. ഓരോ സമയത്തെയും ഓർമ്മയും സ്നേഹവുമാണ് ആശീർവാദം. യഹി ദുആയേ ബच्चों के दिल के उमंग उत्साह बढ़ाती रहती. അല്ലെ അപ്പൊ ആ ഓരോ സമയത്തും ഉള്ള ബാബയുടെ ഓർമ്മയും ആശീർവാദവും സ്നേഹവും അല്ലെ ബാബ പറയാണ് ഇതാണ് കുട്ടികള് അല്ലെ ബാബയുടെ ഈ ആശീർവാദമാണ് കുട്ടികള് അല്ലെ ആ ഹൃദയത്തിന്റെ ഉന്മേഷ ഉത്സാഹത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ബാബ എന്ന് പറയാൻ നമ്മൾ കുട്ടികളുടെ ഉള്ളിലും എന്ത് വേണം? എപ്പോഴും ബാബയുടെ ഓർമ്മ വേണം, ബാബയുടെ സ്നേഹം അല്ലെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലും വേണം. അല്ലെ ബാബയും നമുക്ക് നൽകും. നമ്മുടെ ഉള്ളിൽ ഓരോ സമയത്തും ഉണ്ടെങ്കിൽ അല്ലെ ബാബയും അതേപോലെ തന്നെ ഓരോ സമയവും കുട്ടികളെ ഓർമ്മിക്കും. ബാബയുടെ സ്നേഹസ്മരണകൾ നൽകും, ബാബയുടെ ആശീർവാദങ്ങൾ നൽകും. അതാണ് കുട്ടികളുടെ ഹൃദയത്തിന്റെ ഉന്മേഷ ഉത്സാഹം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സദാ സ്വയം കോ സാജ പുരുഷാർത്ഥി സദാ പുരുഷാർത്ഥി സദാ വിധി സെ വൃദ്ധി കോ പ്രാപ്ത് കർണേ വാലെ യോഗ്യ ആത്മായെ ബനായി ഉർത്തരും. അതുകൊണ്ട് സദാ സ്വയത്തെ സഹജ പുരുഷാർത്ഥി സദാ പുരുഷാർത്ഥി എന്ന സദാ എന്നുള്ള വിധിയിലൂടെ വൃദ്ധിയെ പ്രാപ്തമാക്കുന്ന യോഗ്യരായ ആത്മാക്കളായി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ആരാകണം? സദാ സ്വയം സഹജ പുരുഷാർത്ഥി സദാ സമയത്തെ പുരുഷാർത്ഥി സദാ എന്നുള്ള വിധിയിലൂടെ വൃദ്ധിയെ പ്രാപ്തമാക്കുന്ന യോഗ്യരായ ആത്മാക്കളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്രകാരം സദാ വർത്തമാന സമയത്തെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നു. ഭാവിയെ സഫലതയുടെ സ്വരൂപമാക്കി മാറ്റുന്ന ശ്രേഷ്ഠമായ ആശംസകൾക്ക് പാത്രമായിരിക്കുന്ന ആത്മാക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേ. റുഹാനി ബാപ് കി റുഹാനി ബच्चों को नमस्ते. റുഹാനി बच्चों की റുഹാനി ബാപ് को नमस्ते. वरदानम अपनी सर्व जिम्मेवारियों को बोझ बाप को दे. स्वयं को हल्का रहने वाली നിമിത്ത് ഓർ നിർമ്മാൺ ഭവ. ഭവ പറയാണ് തന്റെ സർവ ദുർബലതകളെയും തന്റെ സർവ ചുമതലകളെയും അല്ലെ തന്റെ സർവ ചുമതലകളുടെയും ഭാരം ബാബയ്ക്ക് നൽകി സ്വയം ഭാരരഹിതരായിരിക്കുന്ന നിമിത്തവും അല്ലെ വിനയവും ഉള്ളവരായിട്ട് ഭവിക്കും. ബാബ പറയാണ് നമ്മളുടെ ചുമതല അല്ലെ നമ്മുടെ ചുമതല നിർവഹിക്കേണ്ടവരാണ്, ചെയ്യേണ്ടത് നമ്മളാണ്. ചുമതലയുടെ ഭാരം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെ അയ്യോ ഞാൻ ചെയ്യുന്നു അല്ലേ, ഞാനാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എന്റെ തലയിലൂടെയാണ് എല്ലാം ഓടുന്നത്, ഞാനാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുക? ചുമതല നമുക്ക് ഭാരമായിട്ട് മാറും. അപ്പൊ ബാബയുടെ ചുമതലയുടെ ഭാരം ബാബയ്ക്ക് നൽകിയിട്ട് സ്വയം ഭാരരഹിതരായിരിക്കുന്ന അല്ലെ നിമിത്തവും അല്ലെ വിനയവും നിർമ്മാണ കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് പോകും. ജബ് അപ്പനെ ജിമ്മേവാരി സമझ लेते हैं तो माता भारी हो जाती. എന്റെ ചുമതല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ശിരസിലെ ഭാരം അനുഭവപ്പെടും. तो जिम्मेवार बाप है അല്ലെ, ചുമതലയുടെ ഭാരം ഏറ്റെടുക്കാൻ ആരുണ്ട് കൂടെ? നമ്മൾ ഒറ്റയ്ക്കാണോ? അല്ല, ബാബയുടെ കൂടെ അല്ലേ. ഭാരം ബാബയ്ക്ക് കൊടുക്കണം. तो जिम्मेवार बाप है मैं നിമിത്തം മാത്രം. എപ്പോഴും നമ്മൾ ആരാണ്? ബാബയുടെ കൈകളിലെ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ചുമതല ആർക്കാണ്? ബാബയ്ക്ക്. ചെയ്യുന്നത് നമ്മളാണ്, ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്. ചെയ്യുന്നത് നമ്മളാണ്, ചെയ്യിപ്പിക്കുന്നത് ബാബയാണ് അല്ലെ. അപ്പോ ബാബയും ചുമതലപ്പെട്ടവനാണ്. ഞാൻ എന്താണ്? ബാബയുടെ കൈകളിലെ ഉപകരണമാണ്, ഇൻസ്ട്രുമെന്റ് ആണ്. ഈ സ്മൃതി ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്ക്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു കാര്യം, ഒരു ചുമതലകൾ നിർവഹിക്കണേ നമ്മൾ ചിന്തിക്കുന്നു, കർമ്മം ചെയ്യുന്നു അല്ലെ, എല്ലാ സമയത്ത് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ കൈകൾക്ക് വല്ല കുഴപ്പം? കൈകൾക്ക് വല്ല ഭാരമുണ്ടോ? നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ചുമതലകൾ അത് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ കൈകൾക്ക് വല്ല പ്രശ്നവും? നമ്മുടെ തലയ്ക്കല്ലേ ഭാരം വരുന്നത് അല്ലെ. ബാബയുടെ ഭുജങ്ങളാണ് നമ്മൾ കുട്ടികൾ, നമ്മൾ ബാബയുടെ ഭുജങ്ങളാണ്. ചുമതല അല്ലെ ബാബയാണ് ചെയ്യുന്നത്, ബാബയാണ് നമ്മളോട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഭാരം എവിടുന്നാണ്?
നമ്മൾ ബാബയുടെ ഇൻസ്ട്രുമെന്റ് ആണ്, ബാബയുടെ ഭുജങ്ങളാണ്. നമുക്ക് ഭാരമില്ല അല്ലെ, ചുമതലയുടെ ഭാരം ബാബയ്ക്കാണ്. അപ്പൊ ചുമതലയുടെ ഭാരം ബാബയ്ക്കാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സ്വയം ലൈറ്റ് ആക്കാൻ പറ്റും. इसलिए अपने पुरुषार्थ का बोझ, सेवाओं का बोझ, संपर्क संबंध में निभाने का बोझ, सब छोटे मोटे बोझ बाप को देकर हल्के हो जाओ. അല്ലെ, നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ഭാരം, നമ്മുടെ സേവനങ്ങളുടെ ഭാരം, നമ്മുടെ സംബന്ധ സമ്പർക്കത്തിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാരം, സംബന്ധ സമ്പർക്കങ്ങളെ കീപ്പ് ചെയ്യുന്നതിന്റെ ഭാരം, എല്ലാം ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളും നമ്മൾ ബാബയ്ക്ക് നൽകും. ബാബ ഏറ്റെടുക്കാൻ റെഡിയാ. നമുക്കാണെങ്കിലോ ഭാരമുള്ള കൊട്ട ചുമന്ന് നടന്ന ശീലവും നമ്മൾ വിട്ടുകൊടുക്കുവോ ബാബയ്ക്ക്? നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ ബാബ എന്താ പറയുന്നത്? ചുമതലയുടെ ഭാരമില്ല, എനിക്ക് തരുമോ? നിങ്ങൾ എന്തിനാണ് ചുമന്ന് ഭാരം ചുമന്ന നമ്മൾ എന്തി വലിഞ്ഞ് നടക്കേണ്ടി വരും? എത്ര സമയം നമുക്ക് ഭാരം ചുമന്ന് നടക്കാൻ പറ്റും? അപ്പൊ ബാബ പറയാണ് ഭാരം ബാബയ്ക്ക് നൽകൂ, നമ്മൾ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഭാരം ഉള്ളത്? നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ഭാരം, സേവനങ്ങളുടെ ഭാരം, സംബന്ധ സമ്പർക്കം അല്ലെ, കീപ്പ് ചെയ്യുന്നതിന്റെ ഭാരം. അപ്പൊ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഭാരങ്ങളെല്ലാം ബാബയ്ക്ക് നൽകി നിങ്ങൾ ഭാരരഹിതരാകും അല്ലെ, ലൈറ്റ് ആകും. अगर थोड़ा भी संकल्प आया तो मुझे करना पड़ता है, मैं ही कर सकता हूँ, तो मैं पण भारी बना दे. അല്ലെ, നമ്മൾ വിചാരിക്കുകയാണ്, നമുക്ക് സങ്കല്പം വരികയാണ്, അല്ലെ ഞാൻ ചെയ്യണം, ഞാനാണ് ചെയ്യേണ്ടത്, അല്ലെ ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോ എന്താവും? ഞാനെന്ന വിചാരം നമുക്ക് നമ്മളെ ഭാരമുള്ളതാക്കി മാറ്റും. നമുക്ക് ക്രിയേറ്റീവ് ആകാൻ കഴിയില്ല. നമുക്ക് എന്ത് സാധിക്കില്ല? ക്രിയേറ്റീവ് ആകാൻ കഴിയില്ല അല്ലെ. ബാബ പറയാണ് ഞാനെന്ന ആ ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഞാനെന്ന ആ ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ക്രിയേറ്റീവ് ആകാൻ സാധ്യമായി. तो निमित्त समझने से निर्माणता का गुण भी स्वतः ही आए. അതുകൊണ്ട് നമ്മള് നിമിത്ത ഭാവമുള്ളവരാണ് അല്ലെ. ആ നിമിത്ത ഭാവം, നമ്മൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അവിടെ വിനയം എന്ന ഗുണം സ്വതവേ വന്നു ചേരും. വിനയം എന്ന ഗുണം സ്വതവേ വന്നു ചേരും. നമുക്ക് നമ്മൾ നിമിത്തമാണെന്നുള്ള ആ വിചാരം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യണം അല്ലെ? സർവ്വ ചുമതലകളുടെയും ഭാരം, ചുമതല നിർവഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഭാരം, മനസ്സിലുണ്ടാകുന്ന ഭാരം ബാബയ്ക്ക് കൊടുത്തിട്ട് അല്ലെ, ബാബ ചെയ്യിപ്പിക്കുന്നു, ഞാൻ ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ള വിചാരത്തിൽ ഇരിക്കുമ്പോ നമുക്ക് എന്ത് സാധിക്കുന്നു? വിനയം എന്നുള്ള ഗുണം നമ്മളിലേക്ക് വരുന്നു അല്ലെ. വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. സ്ലോഗൻ സന്തുഷ്ടമണി വോ ഹേ ജിൻകെ ജീവൻ കാ ശൃംഗാർ സന്തുഷ്ടതായി. അല്ലെ, സന്തുഷ്ടമണി അവരാണ്, ആരുടെ ജീവിതത്തിന്റെ അലങ്കാരമാണോ സന്തുഷ്ടത. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന്റെ അലങ്കാരം എന്താണ്? സന്തുഷ്ടതയാണ് അല്ലെ. ബാബു പറഞ്ഞ 3 പ്രകാരത്തിലുള്ള സന്തുഷ്ടത നമുക്ക് വേണം. ഇത് നമ്മുടെ പുരുഷാർത്ഥത്തിലെ, യോഗത്തിലെ, വിധിപൂർവമുള്ള അല്ലെ, നമ്മുടെ യോഗത്തിലും പുരുഷാർത്ഥത്തിലും ഒക്കെ നമുക്ക് സ്വയത്തിൽ സന്തുഷ്ടത വേണം. പിന്നെ ബാബയ്ക്ക് നമ്മളുടെ യോഗത്തിലും അല്ലെ, നമ്മുടെ പുരുഷാർത്ഥത്തിലും ബാബയ്ക്ക് സന്തുഷ്ടത വേണം അല്ലെ. പിന്നെന്താണ്? പരിവാരത്തിന് നമ്മളിത് സന്തുഷ്ടത, നമ്മുടെ ശ്രേഷ്ഠ യോഗി ജീവിതത്തിലെ, ശ്രേഷ്ഠ യോഗിയുടെ വ്യക്തിത്വത്തില് അല്ലെ, പരിവാരത്തിന് സന്തുഷ്ടത വേണം. അപ്പൊ സന്തുഷ്ടമണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അലങ്കാരം എന്തായിരിക്കണം? നമ്മുടെ മനസ്സിന്റെ ആത്മസംതൃപ്തിയെ, സന്തുഷ്ടതയെ. അപ്പൊ അങ്ങനെ എന്താണ്? അങ്ങനെയുള്ള കുട്ടികളാണ് സന്തുഷ്ടം.